എന്താണ് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങി ഒന്നിലധികം ദിവസം നമ്മൾ കയ്യിൽ വെച്ചിട്ട് അത് വിറ്റ് കാശാക്കുന്ന പരിപാടി അല്ലെ. ഫോറക്സ് പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് മിക്കതും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും സ്റ്റോക്കിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇപ്പൊ ഒരു സ്റ്റോക്ക് ഫോർ എക്സാമ്പിൾ അപ്പോളോ ടയർസിന്റെ സ്റ്റോക്ക് നമ്മൾ വാങ്ങി അത് കുറച്ച് മുകളിലേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച എടുത്ത് കഴിഞ്ഞതിന് ശേഷം വിൽക്കാമെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഈ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമാണ് മിക്ക സ്റ്റോക്കുകളും മുകളിലേക്ക് പോവുള്ളൂ. ആ യുദ്ധം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവർ കയ്യിൽ നിന്ന് കെട്ടി നോക്കിയിരിക്കാറാണ് പതിവ്. പലരും ചിലപ്പോൾ ട്രേഡ് എടുക്കും, പക്ഷെ എടുക്കുന്ന ട്രേഡുകൾ മിക്കപ്പോഴും ആ യുദ്ധം വന്ന സമയത്ത് 90% ഓഫ് ദ സ്റ്റോക്കുകളും താഴ്ത്തിക്കാണ് പോവുക. 10%, 5% സ്റ്റോക്കുകളെ മിക്ക ദിവസങ്ങളിലും മുകളിലേക്ക് പോകാറുള്ളൂ. അപ്പൊ എടുക്കുന്നവർക്കൊക്കെ ലോസ് വരുന്ന ദിവസങ്ങളായിരിക്കും. അപ്പൊ ഫോറക്സിൽ നമുക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും പോകുന്ന പ്രെഡിക്റ്റ് ചെയ്താൽ മതി. അല്ലപ്പോ ഈ കറൻസി മുകളിലേക്ക് തന്നെ പോകണമെന്നില്ല. അല്ലെങ്കിൽ ഗോൾഡും ഫോറക്സിൽ പെട്ട ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പെയറാണ് അല്ലെ. അപ്പോ ഗോൾഡ് മുകളിലേക്ക് തന്നെ പോകുമ്പോൾ മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ എന്ന് ഇല്ല. ഗോൾഡിന്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയാലും മതി, താഴത്തേക്ക് പോകുന്നു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയാലും മതി. ഓക്കെ, അപ്പൊ അത്യാവശ്യം ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ഉള്ളവർക്ക്, വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സിൽ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ഉള്ളവർക്ക് ഇതായിരിക്കണം പലപ്പോഴും നല്ലൊരു ന്യൂസ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത്. കാരണം അവർക്ക് കൂടുതൽ ലിവറേജിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ അധികം ലിവറേജ് ഒന്നും എടുക്കേണ്ട വരാറില്ല. നമ്മളുടെ ക്യാപിറ്റലിന്റെ 1% റിസ്ക് എടുത്തിട്ടാണ് പല പ്രൊഫഷണൽ ട്രേഡേഴ്സും ട്രേഡ് ചെയ്യാറ്. അപ്പൊ വലിയ പൈസക്ക്, നമ്മുടെ ഉള്ളേക്കാളും വലിയ അധികം പൈസക്ക് ഒന്നും ട്രേഡ് എടുക്കേണ്ട ആവശ്യകത റയറായിട്ടാണ് വരാറുള്ളൂ പല ട്രേഡേഴ്സിനും. ചില ആൾക്കാർ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്നതിന് പകരം 10,000 രൂപ അക്കൗണ്ടിൽ ഇടുള്ളൂ. അപ്പൊ പെട്ടെന്ന് പോയാലും ആ 10,000 അല്ലേ പോവുള്ളൂ. അപ്പൊ 90,000 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് വെക്കും. 10,000 രൂപ നമ്മൾ ആദ്യം ട്രേഡിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ചെറിയ പൈസക്ക് വലിയ ട്രേഡ് എടുക്കുക എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ അല്ലേ. ഇപ്പൊ ഇതാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോ ബേസിക്കലി ഈ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നതെല്ലാം ബേസിക്കലി കോൺട്രാക്ട്സ് ആണ്. അതുകൊണ്ടൊക്കെയാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഇവിടെ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ സ്റ്റോക്ക്, ഒരു കമ്പനിയുടെ ഷെയർ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ടാണ്. നമ്മൾ വാങ്ങിയ ഷെയർ പിന്നെ വേറെ ആൾക്ക് വാങ്ങാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ചാലേ വേറെ ആൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഫോറക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി എല്ലാം കോൺട്രാക്ട്സുകളാണ്. അതായത് നമ്മൾ ആക്ച്വലി കറൻസി വാങ്ങുന്നില്ല. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഇപ്പൊ യൂറോ USD വാങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ ആ യൂറോയും വാങ്ങുന്നില്ല, USD വാങ്ങുന്നില്ല. ആ യൂറോന്റെ വിലയും USDയുടെ വിലയും മുകളിലേക്ക് പോയാൽ താഴത്തേക്ക് പോയാൽ ബയറും സെല്ലറും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് ബേസിക്കലി ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ നമുക്കിതില് ഓക്കെ, ഇനി അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ 24 മണിക്കൂറും ഇത് തന്നെ ഈ ഫോറക്സ് മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് പല പല രാജ്യങ്ങൾ അതിൽ ഇൻവോൾവ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ 24 hours പ്രവർത്തിച്ചേ പറ്റൂ. അപ്പൊ ഒരു ഗ്യാപ്പ് ഇല്ലാതെ ഇങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ വലിയ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഒന്നും ഉണ്ടാവാറില്ല. അതായത് വലിയ ചാട്ടങ്ങൾ ഉണ്ടാവാറില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിളൂടെ കാണിക്കുന്നത് ഇൻഡസ്ഇൻഡിയൻ ബാങ്ക് ഒരു സ്റ്റോക്കിന്റെ ഒരു ചാർട്ടാണത് അല്ലെ. ഇതിലൊരു ചാർട്ടങ്ങൾ കണ്ടോ? അപ്പൊ ഇത് ഏത് സ്റ്റോക്ക് എടുത്താലും കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ചാർട്ട് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാമല്ലോ അല്ലെ. ഈ നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ അല്ലെ. എനിക്ക് സ്ക്രീൻ കാണുമ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല. ഒരു തംസപ്പ് അടിക്കാവോ? ക്ലിയർ ആയിട്ട് സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് അടിക്കാവോ? ഓക്കെ, അപ്പോ എന്താണ് പറഞ്ഞു വന്നത്? യെസ്. അപ്പൊ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ, സ്റ്റോക്കുകൾ ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ചാട്ടങ്ങൾ കാണാൻ പറ്റും. അതില് മാർക്കറ്റ് ചാടിയാണ് സഞ്ചരിക്കുക. കണ്ട, മുകളിലേക്ക് ഒരു ചാട്ടം, താഴ്ത്തേക്ക് ഒരു ചാട്ടം. അപ്പൊ ചില ദിവസങ്ങളിൽ വലിയ ചാട്ടങ്ങളായിരിക്കും. താഴ്ത്തേക്ക് വലിയൊരു ചാട്ടം, മുകളിലേക്ക് വലിയൊരു ചാട്ടം, താഴ്ത്തേക്ക് വലിയൊരു ചാട്ടം. ഇതെന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഇങ്ങനെ ചാടുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാല്
നമുക്ക് നമ്മളുടെ ലോസ് ഒരു കൃത്യം കണക്കിൽ നമുക്ക് നിർത്താൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മളൊരു ട്രേഡ് എടുത്തു, അപ്പൊ ആ ട്രേഡിന് നമുക്കൊരു $10 ആ ഈ ട്രേഡിന് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളൂ എന്ന് വിചാരിക്കാം. ആ $10 നമുക്ക് നിർത്താൻ പലപ്പോഴും പറ്റണമെന്നില്ല. ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു 500 രൂപയ്ക്കാണ് ഞാൻ ഒരു ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പോയാൽ 500 രൂപ നഷ്ടമാവും, കിട്ടിയാൽ 500 രൂപ നഷ്ടമാവും എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ 1000 രൂപ കിട്ടുന്ന കളിയാണെന്ന് വിചാരിച്ചു. പോയാൽ മാക്സിമം എടുക്കുന്ന റിസ്ക് 500 രൂപ. എന്റെ ക്യാപിറ്റൽ ഒരു 50,000 രൂപയാണെന്ന് വിചാരിച്ചോ. അതായത് 1% 500 രൂപ എന്ന് പറയുന്നത്. അത്രയാണ് ഞാൻ റിസ്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പോർഷൻ ഇവിടെ വെച്ച് നമുക്ക് തോന്നാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് പോയി താഴത്തേക്ക് പോയി, മുകളിലേക്ക് പോയി താഴത്തേക്ക് പോയി. ഇനി നമ്മൾ മുകളിലേക്ക് പോകുന്നതാണ് വിശ്വസിക്കണമെന്ന് വിചാരിച്ചോ. അതായത് ഇവിടെ നമ്മൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ അതിന് തൊട്ട് താഴെ ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കണമെന്ന് വിചാരിച്ചോ, അല്ലെ? അപ്പൊ എന്താണ് സ്റ്റോപ്പ് ലോസ്? സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ സ്ഥലത്ത് നമ്മൾ ട്രേഡ് എടുത്തിട്ട്, അപ്പോ ഓക്കെ, അപ്പോ ഈ ഒരു മൊമെന്റിലെ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഒരു മൊമെന്റിൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഒരു മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് നമ്മൾ വിശ്വസിച്ച് ഒരു ട്രേഡ് എടുക്കുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ ഏതൊരു മൊമെന്റിലാണോ എത്തുമ്പോഴാണോ നമുക്ക് ആ നഷ്ടം സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ആ ലോസ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ആ ഒരു പ്രൈസ് ലെവലിനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിന്ന് താഴത്തേക്ക് വരാണെങ്കിൽ ഇത് കഴിഞ്ഞാൽ എനിക്ക് ഈ ട്രേഡ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു പ്രൈസിനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ നോക്കിയിരിക്കണ്ട, ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്താൽ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കും. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു ഓർഡർ ആണ്. നമ്മൾ ബ്രോക്കർക്ക് ഒരു ഓർഡർ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇതൊരു സ്റ്റോക്കിന്റെ എക്സാമ്പിൾ ആയതുകൊണ്ട് 250 രൂപ അല്ലെ, 251 രൂപയ്ക്ക് നമ്മൾ ഈ സ്റ്റോക്ക് വാങ്ങി 250 രൂപ എത്താണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്കിന് വേണ്ട, അപ്പൊ തന്നെ വിറ്റോളൂ എന്ന് പറഞ്ഞ് നമുക്ക് ബ്രോക്കർക്ക് കൊടുക്കുന്ന ഒരു ഓർഡർ ആണ് സ്റ്റോപ്പ് ലോസ്. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ലോസിനെ രണ്ട് കാര്യമായിട്ട് കാണാം. ഒന്നൊരു പ്രൈസ് ലെവലായിട്ട് കാണാം, നമ്മൾ ബ്രോക്കർക്ക് കൊടുക്കുന്ന ഒരു കമന്റ് ആയിട്ട് കാണാം. ഇനി നമ്മൾ വിചാരിച്ച പോലെ പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് എടുക്കണം അല്ലെ, നമ്മൾ അത് വിൽക്കണം. നമ്മൾ വാങ്ങിയേക്കുന്ന കറൻസി അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയേക്കുന്ന സ്റ്റോക്ക് വിറ്റാലല്ലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ നമ്മളൊരു വണ്ടി കച്ചവടക്കാരൻ ഒരു ബുള്ളറ്റ് എടുക്കുന്നു, ഒരു 10,000 രൂപ ലാഭം കിട്ടുമ്പോൾ അത് കൊടുക്കാന്ന് വിചാരിച്ച് ഒരു ബുള്ളറ്റ് എടുക്കുന്നു. ആ ബുള്ളറ്റ് ആൾ ഓടിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ആൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും കിട്ടില്ല. അത് വിൽക്കുമ്പോഴല്ല ആൾക്ക് ലാഭം കിട്ടാം. അപ്പൊ നമ്മളെടുത്ത സ്റ്റോക്ക് ആയാലും കറൻസി ആയാലും അത് വിൽക്കുമ്പോഴാണ് നമുക്ക് ലാഭം കിട്ടുക. അപ്പൊ ഇന്നൊരു പ്രൈസ് എത്തുമ്പോൾ അത് വിറ്റോളൂ എന്ന് പറഞ്ഞ് നമ്മൾ ബ്രോക്കർക്ക് ഒരു ഓർഡർ കൊടുക്കുകയാണ്. ഞാനിവിടെ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഗ്രീൻ കളർ വരയ്ക്കാം, ഒരു ഗ്രീൻ ലൈൻ വരയ്ക്കാം. ഈ ഒരു ഗ്രീൻ ലൈനിൽ എത്തുമ്പോൾ നമ്മൾ ബ്രോക്കർക്ക് ഓർഡർ കൊടുക്കുകയാണ്. നമ്മളോട് ചോദിക്കണ്ട, നമ്മൾ നോക്കിയിരിക്കുന്നില്ല. ഈ ഒരു 253 രൂപ ഫോർ എക്സാമ്പിൾ 3 രൂപ മേലേക്ക് പോയി കഴിഞ്ഞാൽ അത് വിറ്റോളൂ, കിട്ടുന്ന ആ വിലയ്ക്ക് വിറ്റോളൂ എന്ന് പറഞ്ഞ് നമ്മളൊരു ഓർഡർ കൊടുക്കണം. അപ്പൊ ആ ഓർഡറിനെയാണ് നമ്മൾ ടാർജറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിപ്പോ ബേസിക്കലി ട്രേഡിംഗ് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആദ്യം മുതൽ ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് എക്സ്ട്രീം ബേസിക് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു 2 ആഴ്ച അല്ലെ. അപ്പൊ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയോ? എന്താണ് സ്റ്റോപ്പ് ലോസ്, എന്താണ് ടാർജറ്റ്? ഇനി നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകും തോറും ലൈവ് ചാർട്ടിൽ പോയിട്ട് നമ്മൾ അവിടെ ഇന്ന കാരണങ്ങളാൽ ട്രേഡ് എടുക്കുന്നു, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുക, അവിടെ ടാർജറ്റ് വെക്കണം എന്നൊക്കെ പറയുമ്പോൾ പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഈ ബേസിക് കാര്യങ്ങൾ തന്നെ ഈ സ്റ്റാർട്ടിംഗ് ഡേയ്സിൽ നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആയി എന്നുള്ളൊരു തംസ പഠിക്കാവോ? ഓക്കെ, അപ്പോ എന്താണ് സ്റ്റോപ്പ് ലോസ്? ഒറ്റ സെന്റൻസിൽ എന്താണ് സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ചാൽ എന്ത് പറയും? പറഞ്ഞോ, ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാവോ? എന്താണ് സ്റ്റോപ്പ് ലോസ്? നമ്മളിപ്പോ സ്റ്റോക്കിന് ബൈ ചെയ്തു, അത് മുകളിലേക്ക് പോകുമ്പോഴാണ് പ്രോഫിറ്റ്, അത് താഴേക്ക് വരുമ്പോൾ നമ്മുടെ ലോസിനെ കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ താഴെ
സെറ്റ് ചെയ്യുന്ന. യെസ് നമ്മുടെ ലോസ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതെ. ഒരു ഓർഡർ കൊടുക്കുന്ന ആ ഒരു പ്രൈസിനെയാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഒരു ഓർഡറിനെയാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോപ്പ് ലോസ് ഇപ്പൊ നമ്മുടെ ഇമാജിനേഷൻ ആണ്, കാരണം നമ്മൾ ബ്രോക്കറുടെ പാനൽ എടുത്തിട്ട് ഇത് വെച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ നമുക്കിത് ഒരു സങ്കല്പം മാത്രമാണ് ഇപ്പോൾ, അല്ലെ? അപ്പൊ ഇത്രേ ഉള്ളൂ. പിന്നെ 250 രൂപയ്ക്ക് നമ്മൾ സ്റ്റോക്ക് വാങ്ങിച്ചാൽ 249 രൂപ എടുത്താണെങ്കിൽ എനിക്ക് ഈ സ്റ്റോക്ക് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ടാർജറ്റ് കൊടുക്കുന്ന ഒരു സ്പേസ് ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് പ്രൈസ് അടിക്കാൻ പറ്റും. അവിടെ നമ്മൾ 249 എന്ന് അടിച്ചു കൊടുത്ത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നമ്മളോട് ചോദിക്കാണ്ട് തന്നെ ബ്രോക്കർ അത് വിൽക്കും. മനസ്സിലായോ? അപ്പൊ നമുക്ക് പതുക്കെ വരും ദിവസങ്ങളിൽ നമുക്കൊരു ബ്രോക്കറുടെ പാനൽ എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് കാണാം. നമ്മളൊരു ട്രേഡ് എടുക്കുന്നു, ഒരു ഫോർ എക്സാമ്പിൾ ഒരു ക്വാണ്ടിറ്റി, ഒരു കറൻസിയുടെ ഒരു ക്വാണ്ടിറ്റി നമ്മൾ മേടിക്കുന്നു, അതിനൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് അതിനൊരു ടാർജറ്റ് വെച്ച് നമ്മൾ അത് കൃത്യമായിട്ട് അത് ആക്ട് ചെയ്ത് മനസ്സിലാക്കും. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേൾഡിൽ ഉള്ള പ്രൊഫഷണൽ ട്രേഡേഴ്സ് 99% ആൾക്കാരും സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യാറ്. ഇനി വളരെ അപൂർവം കുറച്ച് ആൾക്കാർ ടാർജറ്റ് മനസ്സിലാണ് വെക്കാറുള്ളൂ. ഒരു പക്ഷെ ബ്രോക്കറുടെ ആ പാനലിൽ പോയിട്ട് 253 രൂപ അല്ലെങ്കിൽ 252 രൂപ എന്ന് അടിച്ചു കൊടുക്കാറില്ല. അവർ നോക്കിയിരിക്കും, ഇടയ്ക്കിടയ്ക്ക് നോക്കിയിരിക്കും. എന്നിട്ട് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മാർക്കറ്റ് തിരിച്ചു വരുമ്പോഴൊക്കെ സെല് ചെയ്യും. പക്ഷെ സ്റ്റോപ്പ് ലോസിന്റെ കാര്യത്തിൽ 99% പ്രൊഫഷണൽ ട്രേഡേഴ്സും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മളുടെ ലോസ് എപ്പോഴും നമ്മൾ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോഫിറ്റ് കിട്ടുന്നത് എടുക്കുക, അത് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും എടുക്കുക, ചിലപ്പോൾ അത്ര തന്നെ എടുക്കുള്ളൂ. നമ്മൾ 1 രൂപ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ 1 രൂപ എത്തുമ്പോൾ നമ്മൾ കട്ട് ചെയ്യും. അത് പല ആൾക്കാരും പലതരത്തിലാണ് ചെയ്യുന്നത്, പല സ്ട്രാറ്റജികൾക്കും പലതരത്തിലാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ പഠിക്കുന്ന വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇവിടെയാണ് ഫോറക്സിന്റെ വലിയൊരു അഡ്വാൻറ്റേജ്. അതായത് നമുക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ പലപ്പോഴും അത് ലിമിറ്റ് ചെയ്യാൻ പറ്റാറില്ല. കാരണം എന്താ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതുപോലെ ഒരു ഗ്യാപ് ഡൗൺ വന്നാൽ നമ്മൾ ഇവിടെ നിന്ന് ട്രേഡ് എടുത്തു, നമ്മൾ വിചാരിച്ച് മുകളിലേക്ക് പോകുന്നു, പക്ഷെ പിറ്റേ ദിവസം മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്തത്? ചാടി താഴ്ത്തേക്ക് വന്നിട്ടാണ് ഓപ്പൺ ചെയ്തത്. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യത്തിന് നമ്മൾ പറയുന്ന പേരാണ് ചാർട്ട്, അല്ലെ? ചാർട്ട് നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പലതരം ചാർട്ടുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലൈൻ ചാർട്ട്, അല്ലെങ്കിൽ ഏരിയ ചാർട്ട്, അല്ലെങ്കിൽ കോളം ചാർട്ട്. അതുപോലെ തന്നെ വേൾഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ചാർട്ടാണ് കാൻഡിൽ സ്റ്റിക് ചാർട്ട്, അതായത് മെഴുകുതിരി ചാർട്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാ ഇങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യണത്. ഇതിൽ ഓരോ ഗ്രീൻ കാൻഡിൽസും സൂചിപ്പിക്കുന്നത് ആ ഒരു 5 മിനിറ്റിന്റെ ചാർട്ടാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ 5. ഫോറക്സിലായാലും ഇതിലായാലും എല്ലാത്തിലും ഓരോ ടൈം ഫ്രെയിംസുകൾ ഉണ്ടായിരിക്കും. അപ്പൊ 5 മിനിറ്റിൽ നടന്ന പ്രൈസിന്റെ മൂവ്മെന്റ് ആണ് ഈ രേഖപ്പെടുത്തിയേക്കുന്നത്. 5 മിനിറ്റ് പ്രൈസ് മുകളിലേക്കാണ് പോയെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ബാർ പ്ലോട്ട് ആവും. 5 മിനിറ്റിൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന്റെയോ ഫോറക്സിന്റെയോ പ്രൈസ് താഴോട്ടാണ് പോയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ബാർ പ്ലോട്ട് ആവും, അല്ലെ? അപ്പൊ ഇവിടുന്ന് മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റിൽ എന്തുണ്ടാവും, വലിയ ചാർട്ട് ഉണ്ടാവുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊരു 500 രൂപയാണ് റിസ്ക് എടുക്കണേ എന്നുള്ളത്. പക്ഷെ അതിന്റെ എത്ര എത്തിയായിരിക്കും നമ്മുടെ ലോസ്? മാർക്കറ്റ് തുടങ്ങണത് തന്നെ ഇവിടെയാണ്. മനസ്സിലായോ? അപ്പൊ ആ സമയത്ത് ഇത്ര രൂപയ്ക്കാണ് ഇത് വാങ്ങാൻ ആൾക്കാരുള്ളൂ. അപ്പൊ നമ്മള് ഒന്നില്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് നമ്മളത് വിൽക്കേണ്ട വരും. നമുക്കറിയില്ലോ മാർക്കറ്റിൽ വീണ്ടും ഇത് തിരിച്ചു കയറി വരുന്നുള്ളത്. ഇത് ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പൊ നമ്മൾ നഷ്ടം കൂടുതൽ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഈ വിലക്ക് വിൽക്കേണ്ട വരും. അപ്പൊ നമ്മള് ഈ വിലക്ക് വിൽക്കാന്ന് വിചാരിച്ചത് ഈ വിലക്കാണ് വിൽക്കുന്നത്. അതായത് ഇത്ര റിസ്ക് എടുക്കാന്ന് വിചാരിച്ചത് അതിന്റെ 3 ഇരട്ടിയാണ് റിസ്ക് എടുക്കുന്നത്. അപ്പൊ 500 രൂപ റിസ്ക് എടുക്കാന്ന് വിചാരിച്ച ആൾക്ക് പിറ്റേ ദിവസം മാർക്കറ്റ് തുടങ്ങുമ്പോഴേക്കും 1500 രൂപ ലോസായി. അപ്പൊ ഇതാണ് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഒക്കെ നമുക്ക് വരുത്തുന്ന ഒരു അസൗകര്യം. അപ്പൊ ഫോറക്സ് മാർക്കറ്റിൽ 24 മണിക്കൂറും ഈ വർക്ക് ചെയ്യുന്ന മാർക്കറ്റ് ആയതുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ടാണ് അതിന്റെ ചാർട്ട് വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ചാട്ടങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് റിയൽ ഒരു എക്സാമ്പിൾ കാണാം. എങ്ങനെ ഇരിക്കും ഒരു ഫോറക്സിന്റെ ചാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന പെയേഴ്സ്, അതായത് വേൾഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന പെയേഴ്സ്. അതിൽ ഏതെങ്കിലും ഒരു കറൻസി നമുക്ക് എടുത്തു നോക്കാം. ഒന്നില്ലെങ്കിൽ ഗോൾഡ് എടുത്തു നോക്കാം, ഗോൾഡിന്റെ ചാർട്ട് എടുത്തു നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ യൂറോ USD എന്ന് പറയുന്ന ഒരു പെയറാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന എന്താണ് പറയാ കറൻസി പെയേഴ്സുകളൊക്കെ ഇതൊക്കെയാണ്, ഗോൾഡ് അല്ലെങ്കിൽ യൂറോ USD. ഓക്കെ, ഇതിൽ കണ്ടോ വളരെ സ്മൂത്ത് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ആണ്. ഇതൊരു 5 മിനിറ്റിന്റെ ചാർട്ടാണ്. വളരെ അപൂർവമായിട്ടാണ് ഇതിൽ ചാട്ടങ്ങൾ ഉണ്ടാവുള്ളൂ.
കണ്ട ഒരു ക്യാൻഡിൽ ഇപ്പൊ ഇവിടെ ലാസ്റ്റ് ക്യാൻഡിൽ ഇതാണ് നിൽക്കുന്നത് 10.5 ക്യാൻഡിൽ. അപ്പൊ ഇതിൽ നമുക്ക് വിചാരിച്ചു കൊടുത്ത് നമുക്ക് ലോസ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യനിഷ്ഠത ഇല്ലെങ്കിൽ അവിടെ നമുക്ക് ഓർഡർ ഇടാനുള്ള കൃത്യനിഷ്ഠത ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനേക്കാളും കൂടുതൽ ലോസ് വന്നേക്കാം. അപ്പൊ നമ്മൾ കൃത്യമായി പഠിച്ച് അനലൈസ് ചെയ്ത് ഒരു ട്രേഡ് എടുക്കുമ്പോൾ അതിന് ഇത്ര ലോസ് വരാവോ എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചാൽ ആ ലോസിൽ തന്നെ നമുക്ക് പലപ്പോഴും ഇറങ്ങാൻ പറ്റാറുണ്ട്. 99% ഓഫ് ദ ടൈമും നമുക്ക് ആ ഫിക്സഡ് ലോസിൽ തന്നെ ഇറങ്ങാൻ പറ്റാറുണ്ട്. അതിന് പുറമെ വലിയ ചാട്ടങ്ങളൊക്കെ അപൂർവം വന്നേക്കാം. അത് ഒന്ന് ന്യൂസ് വരുമ്പോഴാണ്, വലിയ വോളട്ടൈൽ ആയിട്ടുള്ള ന്യൂസുകൾ, പ്രത്യേകിച്ച് US സംബന്ധിച്ചുള്ള ന്യൂസുകൾ വരുമ്പോഴാണ് നമുക്ക് വലിയ മൂവ്മെന്റ്സ് ഒക്കെ വരുന്നത്. ചാട്ടം വരില്ല, പെട്ടെന്ന് മാർക്കറ്റ് ഒരു ഡയറക്ഷനിലേക്കൊക്കെ മൂവ് ചെയ്യുന്നത്. അപ്പൊ മാത്രമാണ് വളരെ അപൂർവമായിട്ട്, അതാണെങ്കിൽ നമുക്ക് മുൻകൂട്ടി അറിയുകയും ചെയ്യാം. അതായത് വരാൻ പോണ ഫോറക്സിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന എല്ലാ ന്യൂസുകളും, അതാണ് ഫോറക്സിന്റെ അടുത്തൊരു അഡ്വാൻറ്റേജ്. അപ്പൊ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ പോലുള്ള പ്രശ്നങ്ങൾ ഫോറക്സിലില്ല എന്നുള്ളതാണ്. ഇനി ഈ വലിയ ചാട്ടങ്ങൾ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വലിയ മൂവ്മെന്റ് വരാൻ സാധ്യതയുള്ള സമയങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാം എന്നുള്ളതാണ് ഫോറക്സിന്റെ അടുത്തൊരു പ്രത്യേകത. അപ്പൊ നമുക്കത് എങ്ങനെയാണ് മുൻകൂട്ടി അറിയാന്നുള്ളത് പോവാം. അപ്പൊ അതായത് ഇവിടെ നമുക്ക് ഫോറക്സിൽ സംബന്ധമായിട്ടുള്ള ന്യൂസുകൾ മേജർ ആയിട്ട് നടക്കുന്ന ഇവന്റ്സുകൾ എല്ലാം മുൻകൂട്ടി അറിയാനുള്ള ഒരു കാലണ്ടർ ഉണ്ട്. അപ്പൊ അതിൽ ഒട്ടുമിക്ക ന്യൂസുകളും ഇതിൽ വന്നുകൊണ്ടിരിക്കും. ആ ന്യൂസ് പുറത്തു വിടുന്ന ടൈം എല്ലാം ഒരേ സമയത്താണ് ഇതിൽ അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ അവർക്കൊരു സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിൽ ഫിൽറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. കൂടുതൽ മൂവ്മെന്റ് വരുന്ന ഇമ്പാക്റ്റ് ഉള്ള ന്യൂസുകൾ അതൊക്കെയാണ് ഈ റെഡ് കളറിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ റെഡ് മാത്രം നമ്മൾ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു യൂറോ USD എന്ന് പറയുന്ന പേരാണെങ്കിൽ അത് മാത്രം ഒന്ന് ടിക്ക് ഇട്ടാല് ഇതൊക്കെ നമ്മൾ കളയാണ്. ഇതിൽ USDയും യൂറോ മാത്രം ടിക്ക് ഇട്ടു, അപ്ലൈ ഫിൽട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആഴ്ച ഏതൊക്കെ സമയത്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ മൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യത എന്നുള്ളതൊക്കെ ഇതിൽ കാണാൻ പറ്റും. അപ്പൊ ഈ ആഴ്ച ഇന്നിപ്പോ എന്താഴ്ചയായി? വ്യാഴാഴ്ച അല്ലെ? വ്യാഴാഴ്ച. അപ്പോൾ ഇന്ന് 12 മണിക്ക് FOMC പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. 6 മണിക്ക് GDP, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ റിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നുണ്ടായിരുന്നത് 2 ടൈമിലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ 2 ടൈമിൽ മാത്രം നമുക്ക് ട്രേഡ് ചെയ്യാതിരിക്കാം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാതിരിക്കാം. അല്ലെങ്കിൽ നമ്മളുടെ ഓൾറെഡി നിലവിലുള്ള പൊസിഷൻസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിടാം. അത് വളരെ അപൂർവം. ഇപ്പോൾ ഒരാഴ്ചയിൽ ചിലപ്പോൾ 2-3 മേജർ ന്യൂസുകൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിൽ വലിയ മൂവ്മെന്റ് വരണമെങ്കിൽ നമുക്കത് 2 നിലയ്ക്ക് ഗുണം ചെയ്യും. ഒന്നില്ലെങ്കിൽ ആ മൂവ്മെന്റിന്റെ ഉള്ളിൽ നമുക്ക് കയറി കളിക്കാം. അത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ പാശ്ചാത്യ നെഞ്ചത്ത് എന്ന് പറയുന്ന പോലെ ആ ടൈമിൽ വലിയ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നവരുണ്ട്. പക്ഷെ ബിഗിനറെ സംബന്ധിച്ചിടത്തോളം വലിയ ലോസ് വരാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? ആ ടൈമിൽ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ആ ന്യൂസ് റിലീസായി ഒരു 15 മിനിറ്റ് നേരത്തേക്ക് വാച്ച് ചെയ്യാം. ആ 15 മിനിറ്റ് നേരത്തേക്ക് ട്രേഡിൽ നിന്ന് ഒഴിവായി നിൽക്കാം. ഓക്കെ, അപ്പൊ അതും നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. ഇന്ത്യയിൽ അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാനുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും കുറവാണ്. ഇതിൽ ഓരോ മീഡിയാസ് ഓരോ ടൈമിൽ ഓരോ ന്യൂസ് വിട്ടുകൊണ്ടിരിക്കും. ഇതിൽ ഒരു യുണീക്ക് സിസ്റ്റം ഉണ്ട്. വേറെ ആർക്കും ഈ ന്യൂസ് മുന്നേ വിടാനുള്ള അവകാശമില്ല. എല്ലാ മീഡിയാസിലും ഒരുപോലെ, എല്ലാ ഫോറക്സ് ന്യൂസ് വെബ്സൈറ്റുകളിലും ഒരേ ടൈമിലാണ് അത് വരുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഇപ്പൊ ഒരു സ്റ്റോക്കിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ബൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ മാർക്കറ്റ് മുമ്പ് മുകളിലേക്ക് കയറിയ സ്ഥലമാണ്. അപ്പൊ അതൊക്കെ വിചാരിച്ച് നമ്മൾ ഇവിടെ നിന്ന് ബൈ ചെയ്യാന്ന് വിചാരിച്ചു. അതിന്റെ തൊട്ട് താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ 30% താഴ്ത്തിക്കാണ് വീഴുന്നത്. അപ്പൊ ഇത് വളരെ റയർ ആയിട്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കാറുള്ളൂ. 30% ഫോളാണ് വരുന്നത്. അതായത് ഏകദേശം 950, 975 നിന്ന, നമുക്കിത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഒന്ന് സൂം ചെയ്യാം. 950 അല്ലെങ്കിൽ 975 നിന്ന സ്റ്റോക്ക് പിന്നെ പോയി തുടങ്ങിയത് എവിടെയാ? 700 രൂപയിലാണ് അല്ലെങ്കിൽ 675 രൂപയിലാണ്. അതും ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്ന നിഫ്റ്റി 50-യിലുള്ള എണ്ണം പറഞ്ഞ സ്റ്റോക്ക്, അതായത് വലിയ സ്റ്റോക്കുകൾ. അപ്പൊ 30% ഫോള് വളരെ റയറാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല. അപ്പൊ നമ്മൾ ഇതിൽ 1% റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ 1% റിസ്ക് എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുള്ള ആൾക്ക് പിറ്റേ ദിവസം മാർക്കറ്റ് തുടങ്ങുമ്പോൾ എത്ര രൂപ ഉണ്ടാവും കയ്യിൽ? 70,000 രൂപയുണ്ടാവും. 30% ലോസ് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇൻ ഷോർട്ട് നമുക്ക്
ഒട്ടുമിക്ക എല്ലാ അഡ്വാൻറ്റേജസും ഒന്ന് ഓടിച്ച് കാണാം. ഒന്ന് 24 hours മാർക്കറ്റ്, അതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. രണ്ട്, ലെസ് ചാർജസ്. ലെസ് ചാർജസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിനെ മാത്രം കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ അറിയാലോ, ഒരു ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 224 രൂപ മൊത്തം ചാർജസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അറിയാവുന്നവരാണ് കൂടുതലും ഫോറക്സ് പഠിക്കാൻ വേണ്ടി വരിക. അപ്പൊ 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ 224 രൂപ ചാർജസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം ചെയ്യുന്ന വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ട്രേഡർക്ക് ഏകദേശം എത്ര രൂപ ലോസ് വരാൻ സാധ്യതയുണ്ട്? ഒന്ന് കണക്കൂട്ടി നോക്കിയേ. ഒരു ദിവസം 224 രൂപ ഏകദേശം. അപ്പൊ ഒരു മാസം ട്രേഡ് ചെയ്യുമ്പോൾ എത്ര രൂപ ചാർജസ് വരും? ഇതാ, 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ 224 രൂപയാണ് കൃത്യം ചാർജസ് വരാം. ഇതിൽ ഒരുപാട് ചാർജസ് ഉണ്ട്. എന്താണ്? ഒന്ന് ബ്രോക്കറേജ്, അത് നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ ഇല്ല. രണ്ട്, STT, എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ്, GST, സെബി ചാർജ്, സ്റ്റാമ്പ് ഡ്യൂട്ടി വരെയുണ്ട് 15 രൂപ. അപ്പൊ ഇത് ഒരു ദിവസത്തെ കഥയാണ് ഈ പറയുന്നത് 224 രൂപ. അപ്പോ ഒരു ദിവസം ഒരു ട്രേഡ് വെച്ച് മാത്രം ചെയ്യുന്ന ആൾക്ക് 224 ഇൻറ്റു എത്ര വർക്കിംഗ് ഡേയ്സ് ആണ് ഒരു മാസം? 20 അല്ലെ? ശനി ഞായറും കഴിച്ച 20 വർക്കിംഗ് ഡേയ്സ്. 1 ലക്ഷം ക്യാപിറ്റൽ ഉള്ള ആൾക്ക് 4 ശതമാനം ചാർജസ് വരും. ഇനി ഒരു ദിവസം 2 ട്രേഡ് വെച്ച് ചെയ്യുന്ന ആൾക്കോ ഏകദേശം 9% ചാർജസ് വരും. അതായത് ഒരു നല്ല ഫോറക്സ് ട്രേഡർക്ക് ഒരു മാസം ഉണ്ടാക്കാൻ പറ്റുന്ന പെർസെൻറ്റേജ്, അതായത് 1 ലക്ഷം രൂപയ്ക്ക് ഏകദേശം ഒരു 9,000 രൂപ, 8, 9, 10% എന്ന് പറഞ്ഞ ഒരു നല്ല ഫോറക്സ് ട്രേഡർക്ക് ഒരു മാസം ഉണ്ടാക്കാൻ പറ്റുന്ന തുക ഇവിടെ ചാർജസ് ആയിട്ട് പോവാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ, അല്ലെ? അപ്പോ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് സെല് ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടു എന്താണ് ഷോർട്ട് സെല്ലിംഗ്. അതുപോലെ തന്നെ മോസ്റ്റ് ലിക്വിഡ് മാർക്കറ്റ് ആണ്. മോസ്റ്റ് ലിക്വിഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേൾഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ്. അപ്രോക്സിമേറ്റ്ലി 9.5 ട്രില്യൺ ഒക്കെയാണ് ഒരു ദിവസം നടക്കുന്ന ഫോറക്സിന്റെ കച്ചവടം. അതായത് ഇന്ത്യൻ മാർക്കറ്റ് മൊത്തം കൂട്ടി വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കുന്ന കമ്പനികളുടെ മൊത്തം ആസ്തി കൂട്ടിയാലും ഒരു ദിവസത്തെ ഫോറക്സ് ട്രേഡിങ്ങിന്റെ വോളിയം ആവില്ല എന്നാണ് പറയുന്നത്. അതായത് 9.5 ട്രില്യൺ. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാം ആവറേജ് ഡെയിലി ട്രേഡിംഗ് വോളിയം ഓഫ് ദ ഫോറക്സ് മാർക്കറ്റ്. അപ്പോൾ ഒരു ദിവസം ഫോറക്സ് നടക്കുന്ന കച്ചവടം 9.5 ട്രില്യൺ. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മില്യൺ ആണെന്ന് അറിയോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ട്രില്യൺ എന്ന് പറയുന്ന വേർഡ് വേറെ എവിടെയെങ്കിലും? പറയാൻ പറ്റുമോ? ഒരു ട്രില്യൺ എത്ര മില്യൺ ആണ്? ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? 10 ലക്ഷം. 1 മില്യൺ വ്യൂസ് കിട്ടി എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അറിയില്ല സോറി. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര കണക്കാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ സാധാരണ വേറെ എവിടെയും അത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല എന്ന് തോന്നുന്നു. ഞാനും കേട്ടില്ലേ വേറെ എവിടെയും. അതൊരു ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ബില്യൺ ആണെന്നാണ് പറയാ. ബി, മില്യൺ അല്ല, ബി. ഒരു ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്യൺ. അതായത് ഒരു ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം മില്യൺ. അപ്പൊ 10 ലക്ഷം കൂടി കൂട്ടിയാൽ 12 പൂജ്യം. ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 6 പൂജ്യം അല്ലേ? 12 പൂജ്യം. 10 ലക്ഷം ഇൻറ്റു 10 ലക്ഷം. അപ്പോ അത്രയും എമൗണ്ട് ആണ് ഒരു ദിവസം. അതിന്റെ ബെനിഫിറ്റ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് 1 ലക്ഷം, ഒരു 10,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്തിട്ട് ഒരു 1000 രൂപ ഉണ്ടാക്കാൻ കഴിവുള്ളവന് 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്തതിൽ അതുപോലെ തന്നെ 10,000 രൂപ ഉണ്ടാക്കാൻ പറ്റും. അത് 10 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്താൽ അതുപോലെ തന്നെ 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് സാധാരണക്കാർ ചിന്തിക്കാവുന്ന ഒരു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മാക്സിമം അത്രയൊക്കെ ഉള്ളൂ അല്ലെ? 1 കോടി 100 കോടി നമ്മൾ പറയേണ്ട അർത്ഥമില്ല. അപ്പോ 10,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്തിട്ട് 1000 രൂപ ഉണ്ടാക്കാനുള്ള കഴിവുള്ളവന് 10 ലക്ഷം രൂപ കിട്ടിയാൽ അത് വെച്ചിട്ട് ഒരു മാസം 1 ലക്ഷം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഒരു മാസം ഏകദേശം ഒരു 5 മുതൽ 10% വരെയാണ് പ്രോ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡേഴ്സ് പ്രതീക്ഷിക്കേണ്ടത്. അതിൽ കൂടുതൽ കിട്ടും, അതിൽ കുറവ് കിട്ടും. അപ്പൊ അതെല്ലാം നമ്മൾ എടുക്കുന്ന റിസ്കിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ ക്യാപിറ്റലിന്റെ 1% റിസ്ക് എടുത്തിട്ട് 10% ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഫഷണൽ ട്രേഡറായി. സാധാരണ പ്രൊഫേം ചാലഞ്ചുകളൊക്കെ പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ഒരു യോഗ്യതയായിട്ട് പറയുന്നത് 10%. അപ്പോൾ പ്രൊഫേം എന്ന് പറഞ്ഞപ്പോഴാണ് ഫോറക്സ് മാർക്കറ്റിന്റെ അടുത്തൊരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്.
prop firm. കേട്ടിട്ടുണ്ടോ? prop firm എന്താണെന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ഫണ്ടഡ് അക്കൗണ്ട്സ്. പല ആൾക്കാരും എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോറക്സ് പഠിക്കാൻ വരുന്നതിന്റെ പിന്നിലുള്ള വലിയൊരു കുട്ടൻസ് ഈ ഫണ്ടഡ് അക്കൗണ്ട്സ് കണ്ടിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. പല ആൾക്കാരും പറഞ്ഞു 24 hours ലിവറേജ്. ഫണ്ടഡ് അക്കൗണ്ട്സ് ആരെങ്കിലും ഫണ്ടഡ് അക്കൗണ്ട്സ് എടുക്കാനോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ക്ലാസ്സിൽ വന്നിട്ടുണ്ടോ? നല്ല കാര്യമാണത്. ഫണ്ടഡ് അക്കൗണ്ട്സ് ഗംഭീര കാര്യമാണ്. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാവോ? ഫണ്ടഡ് അക്കൗണ്ട്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് സാറ്, പക്ഷെ എന്താണ് സംഭവം എന്നുള്ള പിടിയുണ്ടോ? എന്താണെന്ന് അറിയില്ല. അതിലെന്തൊക്കെ ക്രൈറ്റീരിയകൾ നമ്മൾ പാസ്സാവണം എന്നുള്ള അറിയാം. അതെ അതെ അതെ. അപ്പൊ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് ക്രൈറ്റീരിയ. അതായത് ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ചെയ്യാൻ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ട്രേഡ് ചെയ്യാൻ പൈസ കൊടുക്കുന്ന കമ്പനികൾ. ഈ കമ്പനികളെ പറയുന്ന പേരാണ് പ്രോപ്പ് ഫേംസ്. അവര് നമുക്കൊരു അക്കൗണ്ട് തരും. ആ അക്കൗണ്ടിന് പറയുന്ന പേരാണ് ഫണ്ടഡ് അക്കൗണ്ട്സ്. അപ്പൊ അത് പല പല കമ്പനികളുണ്ട്. പല പല കമ്പനികൾ പലതരത്തിലാണ് അവരുടെ നിബന്ധനകളും പറയുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഒരു ചാലഞ്ച് ഫീസ് അവർ വാങ്ങും ആദ്യം. അപ്പൊ ആ ചാലഞ്ച് ഫീസ് എന്ന് പറയുന്നത് മാക്സിമം 1%ഒക്കെയാണ്. അവര് എത്ര പൈസയാണോ നമുക്ക് ട്രേഡ് ചെയ്യാൻ തരുന്നത് അതിന്റെ 1%മെങ്കിലും നമ്മൾ മുന്നിൽ കെട്ടിവെച്ച് ചാലഞ്ച് പാസ്സാവണം. അപ്പൊ അത് കാര്യമായിട്ട് നിങ്ങളിത് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്വന്തം പൈസ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നതിനേക്കാളും ഫാർ ബെറ്റർ ആണ് പ്രോപ്പ് ഫേമിന്റെ പൈസ കൊണ്ട് ട്രേഡ് ചെയ്യുന്നത്. നമ്മളുടെ ക്യാപിറ്റൽ കൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോഴും പറയാം. ഓക്കെ, അപ്പൊ ഞാനൊരു 1-2 എക്സാമ്പിൾസ് പറയാം. വേൾഡിൽ ഒരുപാട് പ്രോപ്പ് ഫേംസ് ഉണ്ട്. നമ്മളിതിൽ ആരെയും പ്രത്യേകിച്ച് സജസ്റ്റ് ചെയ്യുന്നില്ല, മാർക്കറ്റ് ചെയ്യാനോ സജസ്റ്റ് ചെയ്യാനൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ തന്നെ ചാറ്റ് GPT ഒക്കെ ഉണ്ടല്ലോ അന്നത്തെ കാലത്ത്. ചാറ്റ് GPTയിൽ പോയിട്ട് അടിച്ചു കൊടുക്കുക ദ ബെസ്റ്റ് പ്രോപ്പ് ഫേം ഇൻ ദ വേൾഡ്. അപ്പൊ മിക്ക ആൻസറും FTMO എന്ന് പറയുന്ന ഒരു പ്രോപ്പ് ഫേം ആയിട്ടായിരിക്കും. അപ്പൊ അത് മാത്രമല്ല നല്ലതുള്ളത്, അതാണ് വേൾഡിൽ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളതും ഏറ്റവും ആദ്യം തുടങ്ങിയതും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇതുവരെ പേ ഔട്ട് കൊടുത്തേക്കുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിൽ ട്രേഡ് ചെയ്ത് കംപ്ലൈൻസ് ഒന്നും ഇല്ലാതെ നല്ല പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ ഉള്ളത് FTMO. അതൊരിക്കലും സജഷനോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സജഷനോ ഒന്നല്ല. കാരണം നിങ്ങൾ തന്നെ ചാറ്റ് GPTയിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിനെ ഒരിക്കലും വിശ്വസിക്കരുത്. ഒന്നുകിൽ ചാറ്റ് GPTയെ വിശ്വസിക്കുക, അല്ലെങ്കിൽ മിനിമം ഒരു 10 വെബ്സൈറ്റ് എടുത്തിട്ട് അതിലല്ല ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യണത് ഏതെന്ന് നോക്കുക. ഒരു വെബ്സൈറ്റ് നിങ്ങൾ ആദ്യം തന്നെ പോയി എടുക്കുന്ന വെബ്സൈറ്റ് ചിലപ്പോൾ പരസ്യമായിരിക്കും. നമ്മൾ ഗൂഗിളിൽ ഒരു സാധനം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 പരസ്യമാണ് വരിക. അത് നോക്കണ്ട, അത് അവരുടെ തന്നെയെന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഉണ്ടാക്കി തരും. അപ്പൊ സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും സ്റ്റാർട്ടിങ്ങിൽ. സ്പോൺസേർഡ് എന്ന് പറഞ്ഞാൽ ഇതാരോ കാശ് കൊടുത്തിട്ടേക്കണ പരസ്യമാണ്. അപ്പൊ ഗൂഗിളിൽ നോക്കുമ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ FTMO നമുക്ക് പല പ്രോപ്പ് ഫേംസിനും പല പല റൂൾസുകളാണ്, പല പല കണ്ടീഷൻസ് ആണ്. ചെറിയ വ്യത്യാസമുള്ളൂ. ബേസിക്കലി ഇതെല്ലാം ഒന്ന് തന്നെ. അപ്പോൾ മിനിമം ക്രൈറ്റീരിയ, ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവർ തരുന്ന ക്യാപിറ്റലിന് ഒരു 10% ഉണ്ടാക്കി കാണിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, സാധാരണ നിലയ്ക്ക് FTMO എനിക്ക് തോന്നുന്നു കൊടുക്കുന്ന ഏറ്റവും ചെറിയ അക്കൗണ്ട് എന്ന് പറയുന്നത് $10,000 അക്കൗണ്ടാണ്. $10,000 അക്കൗണ്ട് നമുക്ക് തന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് $1,000 ഉണ്ടാക്കണം എന്നുള്ളതാണ് അവരുടെ ചാലഞ്ച് അല്ലെ. അപ്പൊ 10% ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ നിങ്ങൾ വേൾഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു വേൾഡിൽ തന്നെ ഒരു പ്രോ ട്രേഡറായി മാറിക്കഴിഞ്ഞു. അപ്പോ അവരുടെ ചാലഞ്ച് കുറച്ച് കട്ട് ചെയ്യാൻ കാരണം ഈ 10%ആണ്. അപ്പൊ അതിലും താഴെ 8% മതി, 5% മതി എന്നൊക്കെ പറഞ്ഞിട്ട് പല കമ്പനികളും മുന്നോട്ട് വന്നേക്കാം. ഇനി ഇവര് മുമ്പ് വെച്ചിരുന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു. 1 മാസമാണ് ഇവർ അതിന് സമയം തന്നിരുന്നത്. 1 മാസത്തിനുള്ളിൽ 10% ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു. അപ്പൊ എല്ലാ പ്രോപ്പ് ഫേംസും ഓൾമോസ്റ്റ് അതുപോലൊക്കെ തന്നെയായിരുന്നു. പിന്നെ പല കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് ചില പ്രോപ്പ് ഫേംസ് ആ നിയമം ഒന്ന് അടച്ചു. അതായത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആരും പാസ്സാവുന്നില്ല. അപ്പൊ അത്ര എളുപ്പമൊന്നുമല്ല ഫോറക്സിൽ പൈസ ഉണ്ടാക്കാന്നുള്ളത് മനസ്സിലാക്കാം. പഠിച്ചാൽ പറ്റും. അപ്പോ ഈ 1 മാസം വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം എടുത്തോളൂ എന്നായി FTMO. അതോടുകൂടി അതിന്റെ പിന്നാലെ എല്ലാ ഫോളോവേഴ്സും 100-ലധികം കമ്പനികളുണ്ട് വേൾഡിൽ. അപ്പൊ ഈ കമ്പനികളെല്ലാം മാറി. ഇപ്പൊ എല്ലാവരും ഈ ടൈം ലിമിറ്റ് എടുത്ത് കളഞ്ഞു. അതായത് സമയം പോലെ 1-2 മാസം എടുത്തിട്ട് നിങ്ങൾക്ക് 10% ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വേൾഡിലെ ടോപ്പ് 1% ട്രേഡറുള്ള ഒരാളായി മാറി. അപ്പൊ ആ 10% ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പല പല കാര്യങ്ങൾ മനസ്സിലാക്കണം. ഫോറക്സ് മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യണു, ട്രേഡ് എങ്ങനെ എടുക്കുന്നു, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ്, ട്രേഡിംഗ് സൈക്കോളജി അല്ലെങ്കിൽ സ്ട്രാറ്റജീസ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി അവര് നമ്മളിൽ നിന്ന് ആദ്യം വാങ്ങുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് $100 ആണ്. അപ്പൊ $10,000 അക്കൗണ്ട് കിട്ടാൻ $100 മാക്സിമം വാങ്ങുള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നു FTMO വാങ്ങുന്നത് $93 ആണ്. ബാക്കിയെല്ലാ പ്രോഫേംസ് അതിനേക്കാൾ താഴെ വാങ്ങുള്ളൂ. അവർ ഏറ്റവും മികച്ച നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഡിമാൻഡ് ചെയ്യും. അവർക്കിപ്പോ ആൾക്കാർ വേണമെന്നില്ല, ക്ലയൻസ് വേണമെന്നില്ല, അതുപോലെയാണ്.
പിന്നെ ഈ കണ്ടീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ക്രൈറ്റീരിയാസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര ടഫ് ആണെന്നൊക്കെ പറയുന്നതിൽ ആ കൂടി ഒരു എലമെന്റ് ഈ 10% ഉണ്ടാക്കാന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് ട്രേഡ്സ്, ഇതിൽ പേ ഔട്ട് കിട്ടണമെങ്കിൽ മിനിമം 3 ട്രേഡെങ്കിലും എടുത്തിട്ടുണ്ടാവണം. ചില കമ്പനികൾ 4 ട്രേഡ് പറയും. മിനിമം 4 ട്രേഡെങ്കിലും ചെയ്തിട്ടുണ്ടാവണം. അതായത് ഒറ്റ ട്രേഡ് കൊണ്ട് പാസ്സാവാൻ നോക്കരുത്, അത് ഗാംബ്ലിംഗ് അല്ലേ. ഇനി പിന്നെന്താണ്, ആഴ്ചയുടെ അവസാനം നമ്മൾ ട്രേഡ് എടുക്കാൻ പാടില്ല. അതായത് ഏത് ട്രേഡ് എടുത്താലും അത് വെള്ളിയാഴ്ച വൈകുന്നേരം ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. തിങ്കളാഴ്ചയിലേക്ക് ഹോൾഡ് ചെയ്യാൻ പാടില്ല. അറിയാലോ, നമ്മളിപ്പോ പറഞ്ഞ റീസൺ തന്നെയാണ് അതിന്റെ പിന്നിൽ. വലിയ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്, ചാട്ടം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഈ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഉള്ളതിന്റെ ഉള്ളിൽ ചാട്ടം വരാനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ റൂൾ വെച്ചേക്കുന്നത്. പിന്നെന്താണ്, ഇതുപോലുള്ള സിമ്പിൾ കൊച്ചു കൊച്ചു റൂൾസ് ആണ് പിന്നെയുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓർത്ത് വെച്ച് ചെയ്യണം. ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യാൻ പാടില്ല. ആ ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യാതിരിക്കാൻ FTM ആണെങ്കിൽ FTMക്ക് തന്നെ ഒരു കലണ്ടർ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഫോറക്സ് ഫാക്ടറി എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ കണ്ട കലണ്ടർ ഉണ്ടല്ലോ, ഇതിലിങ്ങനെ അങ്ങനെ ഒരാഴ്ചയിലുള്ള ഏതൊക്കെ സമയത്ത് ന്യൂസ് ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ അതിന്റെ ഒരു കോപ്പി FTM ഉണ്ട്, ആ ഹൈ ഇമ്പാക്ട് ന്യൂസ് മാത്രം. അപ്പൊ ആ ടൈമിൽ 2 മിനിറ്റ് മുമ്പോ ശേഷമോ നമ്മൾ ട്രേഡ് എടുക്കാൻ പാടില്ല. ഇത്രയും നിബന്ധനകളുള്ളൂ ബേസിക്കലി. ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് ട്രേഡ് ചെയ്യാമെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ലാത്ത ഇന്ത്യൻ മാർക്കറ്റിലല്ല, വേറെ ഒരു മാർക്കറ്റിലില്ലാത്ത വലിയൊരു അച്ചീവ്മെന്റ് ആണത്. അതായത് ഇപ്പൊ നമുക്ക് സ്ഥല കച്ചവടമായാലും വണ്ടി കച്ചവടമായാലും നമുക്ക് കഴിവുണ്ട്, ഞാൻ പൈസ തരാന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കൊണ്ടുവരും, നിങ്ങൾക്ക് വണ്ടി കച്ചവടം ചെയ്യാൻ ഞാനൊരു ഭാവി കാണുന്നു, ഇത്ര പൈസ ഞാൻ തരാം, നിങ്ങൾ വണ്ടി കച്ചവടം ചെയ്തോളൂ, ലാഭം കിട്ടണമെങ്കിൽ എനിക്ക് ഇത്ര തന്നാൽ മതി എന്നുള്ളത് പറഞ്ഞിട്ട് ആരും വരില്ല അല്ലെ. അപ്പൊ വേറെ ഒരു ട്രേഡിങ്ങിനും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു കച്ചവടക്കാർക്കും ഇല്ലാത്തൊരു വലിയ മഹാഭാഗ്യമാണ് ഫോറക്സ് ട്രേഡേഴ്സിനുള്ളത്. കഴിവുണ്ടോ, നിങ്ങൾക്ക് പൈസ ഇറക്കാൻ ആൾക്കാരുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ വേറെ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തണ്ട, വീട്ടിൽ നിന്ന് ചോദിക്കണ്ട, ബന്ധുക്കളോട് ചോദിക്കണ്ട. ഇതാണ് ഈ ഫോറക്സ് മാർക്കറ്റിനെ നമ്മൾ സ്നേഹിക്കേണ്ട ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പേഴ്സണലി കാണുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, പ്രൊഫേം. അടുത്തത് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഇല്ല, മിനിമം ക്യാപിറ്റൽ യൂസ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ്. മിനിമം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാല് നമുക്ക് അത്ര ചെറിയ ക്യാപിറ്റലിന് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. മിനിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ ചെറിയ പൈസക്ക് മറ്റേതൊരു ബിസിനസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പൊ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്ര രൂപ വേണം? ഒരു ചെറിയ പെട്ടിക്കട ഇടണമെങ്കിൽ ഇന്നത്തെ കാലത്ത് എത്ര രൂപ വേണം? 5 ലക്ഷം മിനിമം വേണം, 5 ലക്ഷം അല്ലെ. അപ്പൊ ഫോറക്സ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിസ്സാര പൈസ മതി. ഇപ്പൊ സ്വന്തം പൈസയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക ഒരു $500,000 ഒക്കെയാണ് സ്വന്തം പൈസയാണെങ്കിൽ. പക്ഷെ പ്രൊഫേമിന്റെ പ്രൈസ് ആണെങ്കിൽ, പ്രൊഫേം ചാലഞ്ച് ആണെങ്കിൽ $100, അതായത് ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ സാറ്, ഇപ്പൊ വേറൊരു കാര്യം ചോദിക്കോട്ടെ. എന്താ വെച്ചാല് ഞാന് ഇപ്പൊ അടുത്ത് നിങ്ങളൊരു പാം ക്ലൈന്റ് ആണ്, ഓക്കെ. അതിലുപരി ഞാൻ അതിന്റെ ഒരു നമ്മളെ ഇന്ത്യൻ മണി ഒരു 8,000 രൂപ വെച്ചിട്ട് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഞങ്ങളെ മെന്റേഴ്സിനോട് വേണ്ടി എനിക്ക് ചെയ്ത് തന്നെ $76 കിട്ടി. ഞാനിങ്ങനെ ചെറിയ തോതിൽ ഇങ്ങനെ ചെയ്തിരുന്നത്, അത് ഏകദേശം ഒരു 76 എന്നുള്ളത് ഒരു 1-2 ആഴ്ചയോടെ എനിക്കറിയുന്ന ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഒരു $92 ആക്കി. ഞാൻ ഒരു രാത്രി ഞാൻ അത് സ്റ്റോപ്പ് ലോസ് വെക്കാന്നുള്ളതൊക്കെ ഞാൻ വേറെ എന്തോ ഒരു പണിയിൽ വിട്ട് ഉറങ്ങിപ്പോയി. അത് അന്നത്തെ ദിവസം എനിക്ക് അതിന്റെ ലോസ് ആയിട്ട് ഏകദേശം $47 എനിക്ക് അതിൽ ലോസ് ആയി പോയി. പിന്നെ എനിക്ക് അതിന്റെ ട്രേഡ് എടുക്കാൻ പറ്റുന്നത്. പിന്നെ അത് $20 ചുരുങ്ങി, $22 ചുരുങ്ങിയാൽ പിന്നെ ട്രേഡ് എടുക്കാൻ പറ്റുന്നില്ല. പറ്റുന്നുണ്ട്. ഒരു എതേറിയം എന്ന് പറഞ്ഞിട്ടുള്ള എന്താണെന്നുള്ള പോലും എനിക്കറിയില്ല കേട്ടോ. എതേറിയം എന്താ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിൽ മാത്രം പറ്റുന്നുണ്ട്, പക്ഷെ വേറെ ഒന്നിനും പറ്റില്ല. USD UR പറ്റുന്നില്ല, XA USD പറ്റുന്നില്ല, അങ്ങനെ ഒന്നും പറ്റുന്നില്ല. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ ഈ ലിവറേജ് എന്ന് പറയുന്നത് ഒരു ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ് അല്ലെ. അപ്പൊ അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ അറിയണം, അല്ലാതെ ഒരിക്കലും അത് എടുത്ത് ട്രേഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതായത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഫോറക്സ് എന്താണെന്നുള്ളത് വലിയ പിടുത്തം കിട്ടി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിന്റെ എക്സാമ്പിൾ പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ എക്സാമ്പിൾ പറയണമെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ലിവറേജ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണ, നമ്മൾ $100 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് $10,000 ട്രേഡ് എടുക്കാം. അപ്പൊ നമ്മൾ $100 ഇടുമ്പോൾ ബാക്കി $9,900 ബ്രോക്കർ കെട്ടിവെച്ചിട്ടാണ് ഈ കറൻസി വാങ്ങണേന്നാണ് പല ആൾക്കാരുടെ തെറ്റിദ്ധാരണ. അപ്പൊ ആക്ച്വലി ഇതല്ല സംഭവിക്കുന്നത്. ലിവറേജ് എന്ന് പറയുമ്പോൾ അത് വർക്ക് ചെയ്യുന്നത് നമ്മളുടെ പൈസ കൊണ്ട് തന്നെയാണ് ആ ട്രേഡ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റോക്കിന്റെ എക്സാമ്പിൾ പറയാം. എങ്ങനെയാണ് ലിവറേജ് വർക്ക് ചെയ്യുന്നത്? അതായത് ഒരു 1,000 രൂപ വിലയുള്ള സ്റ്റോക്ക് നിങ്ങൾ സങ്കല്പിക്കാം. 1,000 രൂപ വിലയുള്ള സ്റ്റോക്ക്.
ഞാനൊരു ട്രേഡറാണ്, എൻ്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട്. അപ്പൊ ഇന്ത്യൻ മാർക്കറ്റിലെ ലിവറേജ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. അതൊരു ലിമിറ്റഡ് ലിവറേജ് ആണ്, 5 ഇരട്ടി അല്ലെ, പുറത്ത് വയ്ക്കുക 5 ഇരട്ടി. അപ്പൊ 1,00,000 രൂപയുള്ള ആൾക്ക് എത്ര രൂപയ്ക്ക് ട്രേഡ് എടുക്കാം? 5 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് എടുക്കാം. അപ്പൊ നമ്മൾ 5 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് എടുത്തു എന്ന് വിചാരിച്ചു. 1000 രൂപയുള്ള സ്റ്റോക്കാണ് നമ്മൾ വാങ്ങണത്, മറക്കരുത്. 5 ലക്ഷം രൂപയ്ക്ക് എത്ര ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റും? ഏഹ്, 50 സോറി 500. ആ 5 ലക്ഷം രൂപയ്ക്ക് എത്ര ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റും? ഡിവൈഡഡ് ബൈ 1000 എത്രയാ? 50 അല്ലെ, സോറി 50,000 ആണ്. 500 എണ്ണം 5 ലക്ഷം എന്ന് പറയുമ്പോൾ 5 പൂജ്യം വേണ്ടേ, സോറി 5 പൂജ്യം ഡിവൈഡഡ് ബൈ 1000 അല്ലെ, ഫിസിക്കൽ ടു 500 സ്റ്റോക്ക് വാങ്ങാം. അപ്പൊ ഈ 500 സ്റ്റോക്ക് വാങ്ങിയാൽ ഈ സ്റ്റോക്കില് 1% താഴത്തേക്ക് വന്നു എന്ന് വിചാരിച്ചു. നമ്മളുടെ ക്യാപിറ്റൽ എത്ര ശതമാനം താഴത്തേക്ക് വരും? ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ? അതായത് 500 5 ലക്ഷത്തിന്റെ 1%, 5000, 1% 5 ലക്ഷത്തിന് ലോസ് വരും. നമ്മളെ റിയൽ ക്യാപിറ്റൽ 1,00,000 രൂപ, ലിവറേജ് എടുത്തതിന് ശേഷം 5 ലക്ഷം രൂപ കൊണ്ടാണ് അത് വാങ്ങണത്. അപ്പൊ 1,00,000 റിയൽ ക്യാപിറ്റൽ വെച്ചിട്ട് നമ്മൾ കളിക്കുമ്പോൾ 500 ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ട് 10 രൂപ, 1000 രൂപയുടെ സ്റ്റോക്ക് 10 രൂപ താഴത്തോട്ട് വന്നാൽ, 1000 രൂപയ്ക്ക് 10 രൂപയാണല്ലോ 1% താഴത്തോട്ട് വന്നാൽ നമുക്ക് എത്ര രൂപ ലോസ് വരും? അപ്പൊ ഒരു ക്വാണ്ടിറ്റി 10 രൂപ വന്നാൽ 500 ഇൻറ്റു 10 വരുമ്പോൾ ഏകദേശം ഒരു 5000 നമ്മളുടെ റിയൽ ക്യാപിറ്റലിന്റെ എത്ര ശതമാനമാണ്? അത് ഞാൻ സാറൊരു ഡൗട്ട് ചോദിക്കട്ടെ, റിയൽ ക്യാപിറ്റൽ എന്നാണോ പോകുന്നത്, നമുക്ക് ലിവറേജ് തന്നെ അങ്ങനെയാണോ പോകുന്നത്? റിയൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 1,00,000, ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞ പൈസ 1,00,000. അതിൽ നമുക്ക് ലിവറേജ്ഡ് ക്യാപിറ്റൽ അതാണ് 5 ലക്ഷം. അത് നമ്മുടെ ആക്ച്വലി ഇല്ല. അപ്പൊ നമ്മള് 500 ക്വാണ്ടിറ്റി വാങ്ങിച്ച് ട്രേഡ് ചെയ്താൽ സ്റ്റോക്ക് 1% ഇറങ്ങിയാൽ നമ്മളുടെ റിയൽ ക്യാപിറ്റൽ എത്ര ശതമാനം താഴ്ത്തേക്ക് ഇറങ്ങും? 5000 രൂപ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 1,00,000 5% 5000 അല്ലെ. അതായത് ഇതിൽ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ക്യാപിറ്റല് 5000 രൂപ കുറയും. അപ്പൊ ബ്രോക്കർക്ക് ഒരു നഷ്ടവും വന്നില്ല. അപ്പൊ ഇവിടെ എവിടെയാണ് പ്രശ്നം എന്നുള്ളതാണ്. 10% ആ സ്റ്റോക്ക് വീണാലോ, ഇൻറ്റു 5, നമ്മൾ എടുത്തേക്കണ ലിവറേജ് 5 ഇരട്ടിയല്ലേ, അത് 5 ഇരട്ടിയായിട്ട് നമ്മുടെ അക്കൗണ്ടിന് തന്നെ ബാധിക്കുള്ളൂ. അതായത് നമ്മുടെ 1,00,000 രൂപ 50,000. ഇനി ഒരു സ്റ്റോക്ക് 10% മുകളിലേക്ക് കയറിയാൽ അതുപോലെ തന്നെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. അതായത് നമ്മൾ ലിവറേജ് എടുക്കാതാണ് ട്രേഡ് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ 10% കയറിയാൽ 1,00,000, 1,10,000 ആവണതിന് പകരം 1,50,000 ആവും അല്ലെ. അപ്പൊ 20% മുകളിലേക്ക് കയറിയാൽ നമ്മുടെ അക്കൗണ്ട് ഡബിൾ ആവും. അതുപോലെ തന്നെ 20% താഴ്ത്തേക്ക് പോയാൽ നമ്മുടെ അക്കൗണ്ട് കാലിയാവും. അതായത് ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാട് പോലെയാണ്. സൂക്ഷിച്ചു ഉപയോഗിച്ചാൽ അത് പതുക്കെ പതുക്കെ നമ്മുടെ അക്കൗണ്ട് ഗ്രോ ചെയ്യാൻ നമ്മളെ സഹായിക്കും, വേണ്ടടുത്ത് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ. പക്ഷെ നമ്മൾ ചന്നം പിന്നം ട്രേഡ് എടുത്താൽ പെട്ടെന്ന് നമ്മുടെ അക്കൗണ്ട് കാലിയാവാനും മതി. അതാണ് ഫോറക്സിലുള്ള കൂടിയുള്ള വൺ ഓഫ് ദ ഡിസ്അഡ്വാൻറ്റേജ്. ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ലിവറേജ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, എങ്ങനെ എവിടെ ട്രേഡ് എടുക്കണം എന്ന് അറിയാതെ നമ്മൾ ഒരു ഇൻഡ്യൂഷൻ വെച്ച് ട്രേഡ് എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഇമ്പാക്റ്റിൽ നമ്മൾ ട്രേഡ് എടുക്കും. അതായത് സ്പീഡ് കൂടുന്ന പോലെയാണ് നമ്മൾ ഓടിക്കുന്നത്. സാധാരണ എല്ലാ വണ്ടിക്കും 100 km/h ആണ് മാക്സിമം സ്പീഡ് ഇവിടെ ഇറക്കണമെന്നുണ്ടെങ്കിൽ സ്കൂട്ടേഴ്സ്. നമ്മൾ ഓടിക്കുന്ന 500 km പോകുന്ന വണ്ടിയാണ്. ആ വണ്ടിക്ക് 500 km ഓടിക്കാനും പറ്റും, 100 ഓടിക്കാനും പറ്റും. പക്ഷെ 500 ഓടിച്ചാൽ എന്താണ് പ്രശ്നം? നമുക്ക് തന്നെ ആക്സിഡന്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ നമ്മൾ ഒരു ഹോസ്പിറ്റൽ കേസിന്റെ സമയത്ത് അത് ഗുണം ചെയ്യോ? അങ്ങനെ ഗുണം ചെയ്യും. അപ്പൊ ആവശ്യാനുസരണം ഉപയോഗിക്കുക എന്നുള്ളതാണ് ലിവറേജ്. ഇനി സ്റ്റോപ്പ് ലോസ് വെക്കാൻ മറക്കുന്ന അവസ്ഥ, അതിന് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. നമ്മൾ സ്റ്റോപ്പ് ലോസ് 1000 രൂപയ്ക്ക് നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ 990 സ്റ്റോപ്പ് ലോസ് വെക്കാൻ മറന്നുപോയാൽ നമ്മളുടെ ശ്രദ്ധ അരമണിക്കൂർ നേരത്തേക്ക് 1 മണിക്കൂർ നേരത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ അതിന്റെ വില 950 എത്തിയാൽ നമുക്ക് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചല്ല, നമ്മൾ തന്നെയാണ് ഉത്തരവാദി. അപ്പൊ ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുമ്പോൾ കൃത്യനിഷ്ഠത ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിനേക്കാളും വളരെ ആവശ്യമുള്ള കാര്യമാണ്. അതിൽ പിഴവ് പറ്റാതെ ട്രേഡ് ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏത് കറൻസികളിൽ ട്രേഡ് ചെയ്യണം അല്ലെ, ഏത് കറൻസികളിൽ ട്രേഡ് ചെയ്യണം, എന്തുകൊണ്ട്.
അപ്പൊ പല ആൾക്കാർക്കും ഒരു സംശയം ഉണ്ടാവും, ഇതിപ്പോ ഏത് കറൻസികളൊക്കെയാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്, ഏത് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്നതാണ് നല്ലതെന്ന് ചോദിക്കുന്ന പോലെ ഏത് കറൻസികളിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ പല ആൾക്കാർക്കും ഓരോ എന്താ പറയാ സ്പെഷ്യൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാവും. നമുക്ക് അറിയാവുന്ന കറൻസി അല്ലെ, എന്റെ അച്ഛൻ മാരുതിയിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ മാരുതിയുടെ സ്റ്റോക്ക് വാങ്ങി എന്ന് പറയുന്ന പോലെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് പലർക്കും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഗോൾഡിലുണ്ട്, ഒരുപാട് ആൾക്കാർ ബിറ്റ് കോയിനിലുണ്ട്. പക്ഷെ ബാക്കിയുള്ള രാജ്യങ്ങളെ കുറിച്ച് വലിയ ഇമോഷണൽ കണക്ഷൻ ഇല്ലാത്തവർ ചിലപ്പോൾ അതിൽ ട്രേഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ പക്ഷാഭേദമില്ലാതെ നമ്മൾ ഏത് കറൻസികളിൽ ട്രേഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മൾ പറയാ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന കറൻസികളിൽ തന്നെ ട്രേഡ് ചെയ്യുന്നതാണ് സേഫ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന കറൻസികളാണ് ഈ കാണുന്നത്. 2025 ഇതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. 2025 സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം അമേരിക്കൻ ഡോളറിലാണ് 87% ട്രേഡ് നടക്കുന്നത്. അപ്പോ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം യൂറോ ആണ് രണ്ടാമത്, ജപ്പാനീസ് യെൻ മൂന്നാമത്. അപ്പൊ ഇത് തമ്മിലുള്ള പെയേഴ്സുകളാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കറൻസി അല്ല ട്രേഡ് ചെയ്യുന്നത്, രണ്ട് കറൻസികൾ തമ്മിലുള്ള അനുപാതമാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡോളർ വാങ്ങുക അല്ല ചെയ്യുന്നത്, രണ്ട് കറൻസികൾ തമ്മിലുള്ള അനുപാതത്തെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. അപ്പോ ഇത്തരം ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന പെയേഴ്സിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ കറൻസികളെ പറയുന്ന പേരാണ് മേജർ കറൻസീസ്. അപ്പൊ അതില് ഇത് കാണാപ്പടം പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ChatGPT-ലോ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് വരും. വളരെ പോപ്പുലർ ആയിട്ടുള്ള ലിസ്റ്റ് ആണ്. ഡോളർ, യൂറോ, ജപ്പാനീസ് യെൻ, പൗണ്ട്, ഓസ്ട്രേലിയൻ ഡോളർ, കനേഡിയൻ ഡോളർ, സ്വിസ് ഫ്രാങ്ക്. അപ്പൊ ഇത്രയും കറൻസികളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു കറൻസി അല്ല ട്രേഡ് ചെയ്യുന്നത്, രണ്ട് കറൻസികളാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ പെയർ സിസ്റ്റം എന്ന് വിളിക്കുക. പെയർ സിസ്റ്റം ഒരു പെയർ ആയിട്ടാണ്, ചെരുപ്പ് യൂസ് ചെയ്യണ പോലെ, അല്ലെങ്കിൽ ഒരു പെയർ ആയിട്ടാണ് നമ്മൾ ഇത് ട്രേഡ് ചെയ്യുക. ഉദാഹരണം USD INR. USD INR എന്ന് പറഞ്ഞാൽ US ഡോളറും ഇന്ത്യൻ റുപ്പിയും. അപ്പൊ ആക്ച്വലി നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഡോളറിലുമല്ല ഇന്ത്യൻ റുപ്പിയിലല്ല, ഇത് രണ്ടും തമ്മിലുള്ള അനുപാതത്തെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റേഷ്യോ എന്നാണ് അതിന് പറയുക. റേഷ്യോനാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ രണ്ട് കറൻസികൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിലും ഇതൊരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ് ചെയ്യുന്ന പോലെ. അപ്പൊ ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദാറ്റ് മീൻസ് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് അത് മുകളിലേക്ക് പോയാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. ഓക്കെ, അതുപോലെ ഇത് ഒരു സ്റ്റോക്ക് പോലെയാണ്, ഒരു സിംഗിൾ എൻറ്റിറ്റി, രണ്ട് എൻറ്റിറ്റി ആയിട്ട് കാണരുത്. USD INR എന്ന് പറയുന്നത് ഒരു പീസാണ്. അതുപോലെ തന്നെ യൂറോ USD എന്ന് പറയുന്നത്, അല്ലെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന ഈ യൂറോ USD എന്ന് പറയുന്നത് ഒരു പെയറാണ്. അത് രണ്ട് കറൻസിയിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ ആദ്യത്തെ കറൻസിനെ പറയുന്ന പേരാണ് ബേസ് കറൻസി, മെയിൻ കറൻസി. രണ്ടാമത്തെ കറൻസിനെ പറയുന്ന പേരാണ് സബ് കറൻസി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഈ യൂറോ USD എന്ന് പറയുന്ന ഒരു പെയർ, അല്ലെങ്കിൽ ഇതിനെ EU എന്നാണ് വിളിക്കുക. യൂറോ, യു ഡോളർ, US ഡോളർ. അപ്പൊ EU എന്ന് പറയുന്ന പെയർ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്, നമ്മൾ US ഡോളർ കൊടുത്തിട്ട് യൂറോ വാങ്ങാണ്, അല്ലെ. അപ്പൊ നമ്മൾ ചിന്തിക്കും, നമ്മളിൽ എവിടുന്ന US ഡോളർ? നമ്മൾ ഒരു ഫോറക്സ് ട്രേഡർ എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം തന്നെ ഇന്ത്യൻ റുപ്പീസ് കൊടുത്തിട്ട് US ഡോളർ ആക്കി മാറ്റിയിട്ടാണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇടുക. ആ ഡോളർ കൊടുത്തിട്ട് നമ്മൾ യൂറോ വാങ്ങാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിലായോ? അപ്പോ ഇതിൽ എന്ത് സംഭവിക്കും? യൂറോന്റെ വില മുകളിലേക്ക് പോയാൽ എന്താണ് സംഭവിക്കുക? നമുക്ക് ലാഭം കിട്ടും. ഈ പെയർ വാങ്ങിയിട്ട് യൂറോന്റെ വില മുകളിലേക്ക് പോയാൽ നമുക്ക് ലാഭം കിട്ടും. നേരെ മറിച്ചോ, ഡോളറിന്റെ വില മുകളിലേക്ക് പോയാലോ ആനുപാതികമായി യൂറോന്റെ വില കുറയല്ല ചെയ്യുന്നത്, അപ്പൊ നമുക്ക് നഷ്ടം വരും. മനസ്സിലായോ? അപ്പോ ബേസ് കറൻസി, കോട്ട് കറൻസി, ആദ്യം കാണുന്ന കറൻസിയാണ് മെയിൻ കറൻസി, ബേസ് കറൻസി, ഫണ്ടമെന്റൽ കറൻസി എന്നൊക്കെ പറയാം. ബേസ് കറൻസി എന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുക. രണ്ടാമത്തേനെ നമുക്ക് കോട്ട് കറൻസി എന്നുള്ള പേരുണ്ട്. കോട്ട് നമുക്ക് മനസ്സിലാക്കാം, സബ് കറൻസി, മെയിൻ അല്ലാത്ത കറൻസി. അപ്പൊ നമ്മൾ ബേസ് കറൻസി, നമ്മൾ ഈ ഒരു പെയർ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ബേസ് കറൻസി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാവുന്നത്. ബേസ് കറൻസി മുകളിലേക്ക് പോയാൽ നമുക്ക് പ്രോഫിറ്റ്, ബേസ് കറൻസി താഴോട്ട് പോയാൽ നമുക്ക് ലോസ്. ഇനി കോട്ട് കറൻസി നേരെ ഓപ്പോസിറ്റ് ആണ്. കോട്ട് കറൻസി മുകളിലേക്ക് പോയാൽ എന്താണ് ഉണ്ടാവുക? അതിനനുസരിച്ച് ബേസ് കറൻസി വേണ്ടാണ്ടാവല്ല ആൾക്കാർക്ക്, അതിന്റെ മൂല്യം കുറഞ്ഞു വരല്ലേ, അപ്പൊ നമുക്ക് ലോസ് ആണ് വരാം. അപ്പൊ യൂറോ USD വാങ്ങിയിട്ട് ഡോളർ മുകളിലേക്ക് പോകുന്നുള്ളൊരു ന്യൂസ് കേട്ടാൽ
ഡോളർ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ന്യൂസ് ഉണ്ടായാൽ നമുക്ക് ലോസ് വരും. ഡോളർ താഴത്തേക്ക് പോയാൽ അതിനനുസരിച്ച് യൂറോ ശക്തമാവും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കാൻ നമുക്ക് ബേസിക്കലി നമ്മുടെ പെയറിലേക്ക് തന്നെ വരാം. USD-INR. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഫോറക്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മറക്കരുത്. എങ്ങനെയാണ് ഫോറക്സ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് വരാം. അതായത് നമ്മളൊരു അമേരിക്കയിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ബാങ്കിൽ പോയിട്ട് ഒരു 80,000 രൂപ, ഇപ്പോഴത്തെ ഒരു റേറ്റ് അനുസരിച്ച് ഒരു 95,000 രൂപ കൊടുത്തിട്ട് ഒരു $1,000 നമ്മൾ വാങ്ങി എന്ന് സങ്കല്പിക്കാം. 95,000 രൂപ കൊടുത്തിട്ട് നമ്മൾ ഒരു 1,000 രൂപ വാങ്ങി എന്ന് സങ്കല്പിക്കാം. ഇപ്പൊ ഒരു ഡോളറിന് 95 രൂപയാണെന്ന് സങ്കല്പിക്കാം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ആ ട്രിപ്പ് ക്യാൻസൽ ആയി. അപ്പൊ നമ്മൾ വാങ്ങിയ ഡോളർ നമ്മുടെ വീടിന്റെ അളമാരയിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ ആലോചിച്ചു, ഓയ് കുറച്ച് ഡോളർ കൂടി ഇരിപ്പുണ്ടല്ലോ, എന്നാൽ പിന്നെ ഇത് കൊണ്ട് വിൽക്കാം. ഒരു 6 മാസം കഴിഞ്ഞു. ആ ഡോളർ നിങ്ങൾ കൊണ്ട് വീണ്ടും ബാങ്കിൽ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് 1,00,000 രൂപ തന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ $100 ഈ ഡോളർ വാങ്ങാൻ വേണ്ടി $1,000 വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ചെലവായത് 95,000 രൂപയാണ് 6 മാസം മുമ്പ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് 5,000 രൂപ ലാഭം കിട്ടി. എന്തുകൊണ്ടാണ്? ആ 95 രൂപ ഉണ്ടായ ഡോളർ, ആ ഡോളറിന്റെ മൂല്യം കൂടി. ഇപ്പൊ ആ ഡോളർ കിട്ടണമെങ്കിൽ $100 കൊടുക്കണം, അല്ലെ? ഒരു ഡോളറിന്റെ വില 100 ഇന്ത്യൻ റുപ്പീസ് ആയി. അതായത് ഡോളറിന്റെ മൂല്യം കൂടി. അപ്പൊ നമ്മൾ വാങ്ങിയത് ഏതാണ്? ഡോളറാണ് വാങ്ങിയത്, അല്ലെ? ഇന്ത്യൻ റുപ്പീസ് കൊടുത്തിട്ട് ഡോളറാണ് വാങ്ങിയത്. അപ്പൊ ഇവിടെ ബേസ് കറൻസി ഏതാണ്? USD-INR. അതിൽ ബേസ് കറൻസി ഏതാണ്? ആദ്യത്തെ കറൻസി USD. അപ്പൊ ഡോളറിന്റെ മൂല്യം കൂടിയാൽ എന്തുണ്ടാവും? നമുക്ക് ലാഭം കിട്ടും. മനസ്സിലായോ? ഇനി ഇന്ത്യൻ റുപ്പീസിന്റെ മൂല്യം കൂടിയെന്ന് വിചാരിച്ചോ, ഡോളറിന്റെ മൂല്യം കുറഞ്ഞു എന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ ഈ 95,000 രൂപയ്ക്ക് വാങ്ങിയ $1,000 അളമാരിൽ വെച്ചത് വീണ്ടും തിരിച്ചു കൊണ്ടു കൊടുക്കുമ്പോൾ ചിലപ്പോൾ 95,000 കിട്ടിയെന്ന് വരില്ല, 90,000 കിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യൻ റുപ്പീസിന്റെ മൂല്യം കൂടി. ഇന്ത്യക്ക് പുരോഗതി ഉണ്ടായെന്ന് വിചാരിച്ചോ, ഇന്ത്യൻ റുപ്പീസിന്റെ മൂല്യം കൂടിയെന്ന് വിചാരിച്ചോ. അപ്പൊ അനുപാതികമായി ഡോളറിന്റെ മൂല്യം കുറയും, അല്ലെ? അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇന്ത്യൻ റുപ്പീസിന്റെ മൂല്യം കൂടണമെന്നില്ല, ഡോളറിന്റെ മൂല്യം കുറഞ്ഞാലും മതി, അല്ലെ? അപ്പോ ഇവിടെ ഡോളറിന്റെ മൂല്യമാണ് ബാക്കി എല്ലാ രാജ്യങ്ങളുടെ മൂല്യത്തെ നിർണ്ണയിക്കുന്നത്. ബാക്കി എല്ലാ മെയിൻ ആയിട്ടുള്ള രാജ്യത്തെ കറൻസികളൊക്കെ ഡോളറുമായിട്ട് ക്ലബ് ചെയ്ത് വെച്ചേക്കാണ്. ഡോളറിന്റെ മൂല്യം കൂടിയാൽ അനുപാതികമായി മറ്റുള്ള രാജ്യങ്ങളുടെ മൂല്യം കുറയുന്നു. ഗോൾഡിന്റെയും അപ്പൊ XAU USD എന്ന് പറയുന്ന ഈ പെയറും ഇതും ഡോളറിന് അഗെയിൻസ്റ്റ് ആണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കാണുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതും ഫോറക്സ് ട്രേഡേഴ്സിന്റെ വളരെ പ്രിയപ്പെട്ട ഇൻസ്ട്രുമെന്റ് ആണ് ഗോൾഡ്. ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന മിക്കവരും ഗോൾഡ് ആണ് ട്രേഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഏഷ്യൻ ഭാഗത്തു നിന്നുള്ള ട്രേഡേഴ്സ് ഗോൾഡ് പണമായി ബന്ധപ്പെടുന്ന ഒരു ഓർമ്മയാണ്, അല്ലെ? അപ്പൊ ഇതിൽ ഏത് ട്രേഡ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ഫോക്കസ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ളവരും ഏഷ്യയിലുള്ളവരും പെട്ടെന്ന് ആലോചിക്കാവുന്ന പിന്നെ ഗോൾഡ് ട്രേഡ് ചെയ്യാം. പലർക്കും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഗോൾഡ് ട്രേഡ് ചെയ്യാൻ, പക്ഷെ എന്നാ പിന്നെ ഗോൾഡ് ട്രേഡ് ചെയ്യാം. ഗോൾഡ് പൈസ, അല്ലെ? പൈസയായിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ട്. അപ്പോ ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്? ഇവിടെ നമുക്ക് ഇതിന്റെ അനുപാതത്തെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് എത്ര ഡോളർ കൊടുത്താലാണ് ഒരു ഔൺസ് ഗോൾഡ് കിട്ടാന്നുള്ളതാണ് ഈ വാല്യൂ. അതായത് $4,106 കൊടുത്താലാണ് ഇപ്പോൾ ഒരു ഔൺസ് ഗോൾഡ് കിട്ടുക. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ കണക്ക് എന്ന് പറയുന്നത് ഔൺസ് ആണ്. ഒരു ട്രോയ് ഔൺസ് ഓഫ് ഗോൾഡ് എന്നാണ് പറയാ. അല്ലാതെ നമ്മളുടെ നാട്ടിലുള്ള പോലെ പവനും ഗ്രാമൊന്നുമല്ല, കിലോനൊന്നുമല്ല. ഇവിടെ ഔൺസ് ആണ് കണക്ക്. മനസ്സിലായി? ഏകദേശം ഒരു 30 ഗ്രാമൊക്കെയാണ് വരിക. 29-30 ഗ്രാമൊക്കെയാണ് ഒരു ഔൺസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ അളക്കണ അളവല്ല, ചെറിയ വ്യത്യാസമുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലാണ്. മെഡിക്കൽ ഷോപ്പിലുള്ള അളവ് ഏകദേശം 29 പോയിന്റ് ചില്ലറയാണെങ്കിൽ ഇത് ഏകദേശം 30. അതായത് ട്രോയ് ഔൺസ് എന്നാണ് ഇതിന് പറയാം. അപ്പോ ഇവിടെ എന്തുണ്ടാവും? ഗോൾഡിന്റെ മൂല്യം കൂടിയാൽ, ഗോൾഡിന്റെ വില കൂടിയാൽ എന്തുണ്ടാവും? ഇത് മുകളിലേക്ക് പോകും. ഡോളറിന്റെ വില കൂടിയാലോ? ഇൻസ്ട്രുമെന്റ് നമ്മൾ വാങ്ങിയെന്ന് വിചാരിച്ചോ, XAU USD നമ്മൾ വാങ്ങി, ഡോളറിന് വില കൂടി. ഫോർ എക്സാമ്പിൾ ഡോളറിന്റെ വില കൂടുന്ന എന്തെങ്കിലും ഒരു ന്യൂസ് വന്നു എന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ ഇന്ന് വന്ന ന്യൂസ്, ഇന്ന് വ്യാഴാഴ്ച അല്ലേ, വ്യാഴാഴ്ച 6 മണിക്ക് വന്ന ന്യൂസ്
ചാർട്ടില് 6 മണി നമുക്ക് നോക്കാം. 6 മണി എവിടെയാ? ഇവിടെ അല്ല 6 മണി. ഓക്കെ, വ്യാഴാഴ്ച 6 മണിക്ക് വന്ന ന്യൂസ് നമുക്കൊന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? GDP, അഡ്വാൻസ് GDP. GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. GDP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മൊത്തം ഉൽപ്പാദിക്കുന്ന പ്രൊഡക്റ്റിന്റെ മൊത്തം വാല്യൂ, അതിനെയാണ് GDP എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ദാ ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി. അതായത് ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് പല പല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഓൾറെഡി ഫോർകാസ്റ്റ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു വെച്ചിട്ടുണ്ടാവും. അതിനേക്കാളിൽ നിന്ന് കൂടുതലായി കഴിഞ്ഞാൽ കറൻസിക്ക് നല്ലതാണ്, ഡോളറിന് നല്ലതാണ്. പക്ഷേ ഇപ്പൊ എങ്ങനെയാണ് വന്നത്? 6 മണിയായപ്പോ ഈ ന്യൂസ് പുറത്തേക്ക് വന്നപ്പോ എന്താണ് വന്നത്? 2.1 പ്രതീക്ഷിച്ചിരുന്നു. കാരണം മുമ്പത്തെ 2.1 ആയിരുന്നു. അപ്പൊ അതിനടുത്ത് തന്നെ കിട്ടുന്നതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഇടിഞ്ഞു, അതായത് 1.5 ആയി. അതായത് ഡോളറിന് നല്ലതാണോ മോശമാണോ? ആ രാജ്യം ഒരു മൊത്തം വർഷം ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈം, ഇത് ക്വാർട്ടർലി ആണ് നോക്കുക, ക്വാർട്ടർലി ആണ് നോക്കുക, 3 മാസം കൂടുമ്പോൾ അതിന്റെ കണക്കാണ് പുറത്തു വന്നേക്കുന്നത്. അപ്പൊ അത് കുറവാണെങ്കിൽ അത് ഡോളറിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണോ പൊട്ടയാണോ? അമേരിക്കക്ക് നല്ലതല്ലല്ലോ, പൊട്ടയല്ലേ, അല്ലെ? അപ്പൊ ഡോളറിന്റെ മൂല്യം കുറയും. ഡോളറിന്റെ മൂല്യം കുറയുകയാണെങ്കിൽ ഇത് മുകളിലേക്ക് പോവോ താഴത്തേക്ക് പോവോ? ഇതാണ് ബേസ് കറൻസി, മെയിൻ കറൻസി. ഇതാണ് സബ് കറൻസി, കോട്ട് കറൻസി, അല്ലെ? അപ്പോ ഡോളറിന്റെ മൂല്യം കുറഞ്ഞു കഴിഞ്ഞാൽ, അനുപാതികമായി ഈ പെയർ എങ്ങോട്ട് പോകും? ഗോൾഡ് എങ്ങോട്ട് പോകും? ഗോൾഡിന്റെ മൂല്യം കൂടല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഇന്ത്യൻ റുപ്പീസിന്റെ മൂല്യം കൂടിയാൽ ആനുപാതികമായി ഡോളറിന്റെ മൂല്യം കുറയും. ഡോളറിന്റെ മൂല്യം കൂടിയാൽ നമ്മൾ കൂടുതൽ ഇന്ത്യൻ റുപ്പീസ് കൊടുക്കണ്ടേ അത് വാങ്ങണമെങ്കിൽ? മനസ്സിലായോ? അപ്പൊ ഇതാണ് പെയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഡോളർ താഴ്ത്തേക്ക് വരുന്ന ഒരു ന്യൂസ് വന്നാൽ ഗോൾഡ് അടിച്ചു കയറും. സാധാരണയായിട്ട് അങ്ങനെ സംഭവിക്കാറ്, എപ്പോഴും അങ്ങനെ വേണമെന്നൊന്നുമില്ല. സാധാരണയായിട്ട് അങ്ങനെയാണ് കയറേണ്ടത്. ഇത് ഈ ഒരു കാര്യത്തെ മാത്രം ബേസ് ചെയ്തിട്ടല്ല ഇത് മൂവ് ചെയ്യണത്. അപ്പൊ ബേസിക്കലി മനസ്സിലാക്കുക, ഇപ്പൊ 6 മണി കഴിഞ്ഞു, അതിനുശേഷം ആ വിചാരിച്ച പോലെ തന്നെ ആ മാർക്കറ്റിൽ ഉണ്ടായ ന്യൂസ് ശരിക്കും ഗോൾഡിൽ എന്താണ് പ്രതിഫലിച്ചിട്ടുണ്ട്, അല്ലെ? ടക്ക എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹയർ ടൈം ഫ്രെയിം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 1 അവറിന്റെ ചാർട്ടൊക്കെ എടുത്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാം ആ ഒരു മണിക്കൂറിൽ, അല്ലെ? 5:30 കഴിഞ്ഞു, 6:30 സമയത്തുള്ള ക്യാൻഡിൽ നന്നായിട്ട് മുകളിലേക്ക് പോയി. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത് ന്യൂസ് നോക്കിയിട്ടൊന്നല്ല നമ്മൾ ഇതിനെ പ്രഡിക്റ്റ് ചെയ്യണത്. പക്ഷെ എങ്ങനെയാണ് ഈ ബേസ് കറൻസി, കോട്ട് കറൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. എല്ലാ ദിവസവും നമുക്ക് GDP അങ്ങനെയാണെങ്കിൽ ഇനി GDPയുടെ റിസൾട്ട് നോക്കിയിട്ട് ആ GDP കൂടുതലാണെങ്കിൽ ഡോളറിന് നല്ലതല്ല, ഡോളർ താഴ്ത്തേക്ക് പോകും, അതായത് അതിന് ആനുപാതികമായിട്ട് ഗോൾഡിന്റെ മൂല്യം കൂടും എന്ന് മനസ്സിലാക്കി വെക്കരുത്. ഇത് ഇന്ന് അങ്ങനെ പോയെന്ന് വെച്ചാൽ എല്ലാ ദിവസം പോകണമെന്നില്ല. നമ്മൾ എപ്പോഴും ട്രേഡ് എടുക്കുക ഒരിക്കലും ന്യൂസ് നോക്കിയിട്ടല്ല, ചാർട്ട് നോക്കിയിട്ടാണ്. അപ്പൊ അതിൽ പല പല കാര്യങ്ങൾ ചാർട്ടിൽ നോക്കിയിട്ടാണ് നമ്മൾ ഇതുമായി ഒത്തു വായിക്കേണ്ടത്. അപ്പൊ ബേസിക്കലി മനസ്സിലാക്കാം ബേസ് കറൻസി, കോട്ട് കറൻസി, അല്ലെ? പിന്നെ അടുത്തൊരു എക്സാമ്പിൾ എന്താണ്? സിമ്പിൾ ആയിട്ട് ഒന്ന് നോക്കി നോക്കിയാൽ GBP USD, അല്ലെ? ഇതിൽ GBP ആണ് ബേസ് കറൻസി, ആദ്യത്തെ കറൻസി. USD എന്ന് പറഞ്ഞാൽ കോട്ട് കറൻസി. അപ്പൊ GBP USD 1.21, 22 കാണിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഒന്നിലും മേലെ 1.21, 22 ഡോളർ കൊടുത്താലേ ഒരു GBPക്ക് സമാവുള്ളൂ, ഒരു ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ടിന് സമാവുള്ളൂ. അപ്പൊ ഇതിൽ ഏതിന്റെ മൂല്യമാണ് കൂടുതൽ? ഒരു പൗണ്ട് കിട്ടണമെങ്കിൽ ഒന്നിനേക്കാളും കൂടുതൽ ഡോളർ കൊടുക്കണം. അപ്പൊ ഇതിൽ ഏതിനായിരിക്കും മൂല്യം കൂടുതൽ? പറയ്, ആലോചിച്ച് പറ. ഒരു പൗണ്ട് കിട്ടണമെങ്കിൽ ഒന്നിനേക്കാളും കൂടുതൽ ഡോളർ കൊടുക്കണം. $1.21 കൊടുത്താലാണ് ഒരു പൗണ്ട് കിട്ടുക. അപ്പൊ ഇതിന് ഏതിനാണ് മൂല്യം കൂടുതൽ? ക്ലിക്ക് കിട്ടുന്നുണ്ടോ? പോട്ടെ, ഒരു ഡോളർ കൊടുക്കണമെങ്കിൽ നമുക്ക് ഒന്നിനേക്കാളും കൂടുതൽ ഇന്ത്യൻ റുപ്പീസ് വേണ്ടേ?
അപ്പൊ ഏതിനാണ് മൂല്യം കൂടുതൽ? ഡോളറിനാണോ ഇന്ത്യൻ റുപ്പീസിനാണോ? ഡോളറിന്. ഡോളറിന് അല്ലെ? അപ്പോ $1 is equal to എത്ര റുപ്പീസാണ്? 95 ഇന്ത്യൻ റുപ്പീസ്. അപ്പൊ ഒരു ഡോളറിനാണോ റുപ്പീസിനാണോ മൂല്യം കൂടുതൽ? ഡോളറിനാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പൗണ്ട് കിട്ടണമെങ്കിൽ ഒന്നിനേക്കാൾ കൂടുതൽ ഡോളർ കൊടുക്കണം. അപ്പൊ ഏതിനായിരിക്കും മൂല്യം കൂടുതൽ? ബേസ് കറൻസിക്ക് ആയിരിക്കും അല്ലെ? ക്ലിയർ ആയോ? അപ്പൊ ആ വാല്യൂ ഒന്നിനേക്കാളും കൂടുതലാണെങ്കിൽ ബേസ് കറൻസിക്കാണ് മൂല്യം കൂടുക. വാല്യൂ ഒന്നിനേക്കാളും കുറവാണെങ്കിൽ കോട്ട് കറൻസിക്കാണ് മൂല്യം കൂടുക. AUD USD നമുക്കൊന്ന് എടുക്കാം. AUD USD. ഇനി ഈ വില കണ്ടിട്ട് നിങ്ങൾക്ക് പറയാവോ ഇതിൽ ഏത് ഡോളറാണ്? ഇത് രണ്ടും ഡോളറാണ്, ഓസ്ട്രേലിയൻ ഡോളറും US ഡോളറും. ഇതിൽ ഏതിലാണ് മൂല്യം കൂടുക? ഇതിൽ ഏതിലാണ് കൂടുതൽ ശക്തി? ആ വില നോക്കിയിട്ട് നമുക്കൊന്ന് predict ചെയ്യാൻ പറ്റുമോ ഏതിനാണ് മൂല്യം കൂടുതൽ? ബേസ് കറൻസി ആണോ സാർ? നോക്ക, ഒന്നിനേക്കാൾ കൂടുതലാണോ ഇപ്പോ, ഒന്നിനേക്കാൾ കുറവാണോ? വായിക്കാൻ പറ്റുന്നില്ലേ? USD ആണ്. അതെ, 0.70256. അപ്പൊ 0.9. ഒന്നിനേക്കാൾ കുറവാണ് അല്ലെ? അപ്പൊ ഡോളറാണ് മികച്ചു നിൽക്കുന്നത്. അപ്പൊ ഒരു ഡോളർ കൊടുക്കണ്ട ഒരു ഓസ്ട്രേലിയൻ ഡോളർ കിട്ടാൻ, ഒരു അമേരിക്കൻ ഡോളർ വേണ്ട അല്ലെ? അപ്പൊ ഇനി തിരിച്ച് താഴേക്ക് വരണമെങ്കിൽ GBP USD ഒന്നിനേക്കാളും കൂടുതലാണ് അല്ലെ? 1.34. അപ്പൊ ഏതിനായിരിക്കും മൂല്യം കൂടുതൽ? നമ്മൾ കണ്ടു GBPക്ക് തന്നെയാണ് അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ടിന്റെ മൂല്യം കൂടിയാൽ ആനുപാതികമായിട്ട് ഇത് മുകളിലേക്ക് പോകും. ഡോളർ കയറി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആനുപാതികമായിട്ട് ഇത് താഴേക്ക് വരും. അപ്പൊ ഇവിടെ ഡോളർ ഇന്നിപ്പോ ഈ ന്യൂസ് വന്നപ്പോ എന്താണ് കയറിയത്? ഡോളർ കയറാണോ ചെയ്തത്, ഇറങ്ങാണോ ചെയ്തത്? ഇറങ്ങല്ലേ ചെയ്തത്. 6 മണിക്ക് ന്യൂസ് വന്നപ്പോ, ഇതാണ് 6 മണി, താഴെ ഡേറ്റ് ഉണ്ട്, ഇവിടെയാണ് 6 മണി. 6 മണിക്ക് ന്യൂസ് വന്നിട്ട് US ഡോളറിന് മോശമായ ഒരു ന്യൂസാണ് വന്നത്. ആ രാജ്യത്തിന്റെ ഇതുവരെ ഉണ്ടാക്കിയ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണെന്നുള്ള ഞെട്ടിക്കുന്ന ന്യൂസാണ് വന്നത്. അപ്പൊ എന്തുണ്ടായി? അതിനെതിരെയുള്ള കറൻസി ശക്തമായിട്ട് അടിച്ചു കയറി. മനസ്സിലായോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബേസ് കറൻസി അതാണ് മെയിൻ കറൻസി, കോട്ട് കറൻസി അതാണ് സബ് കറൻസി. എത്ര കോട്ട് കറൻസി കൊടുത്താലാണ് ഒരു ബേസ് കറൻസി കിട്ടുക എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്ന വാല്യൂ. അപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന പെയറുകൾ അത് തന്നെയാണ് നമ്മളും ട്രേഡ് ചെയ്യാൻ നല്ലത്. അതിനെ വിളിക്കുന്ന പേരാണ് ലിക്വിഡിറ്റി അല്ലെ? അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന പെയേഴ്സ് ഏതൊക്കെയാണ്? ആരെങ്കിലും ഓർമ്മയുണ്ടോ? ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന പെയേഴ്സ്? യൂറോ USD. യൂറോ USD, USD INR. USD INR ഇല്ല, ഇന്ത്യയിലില്ല. സോറി. അപ്പൊ നമുക്ക് ആ പേഴ്സുകൾ കിട്ടണമെങ്കിൽ ഏതൊക്കെ കറൻസികളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവണം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന കറൻസികൾ ഏറ്റവും ടോപ്പിൽ നമ്മളൊരു ഗ്രാഫ് കണ്ടില്ലേ? ഏറ്റവും ടോപ്പിൽ ഡോളർ, അതിനുശേഷം എന്തായിരുന്നു ഓർമ്മയില്ല? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ ഡോളർ, ജപ്പാനീസ് yen എന്നാ പറയാ, yen ഉണ്ട്. പിന്നെ ഏതൊക്കെയാ? JPY USD ആണ് സർ. GBP എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്. പിന്നെ ഓസ്ട്രേലിയൻ ഡോളർ, കനേഡിയൻ ഡോളർ, സ്വിസ് ഫ്രാങ്ക്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പല പല രാജ്യങ്ങളിലെ പല പല ഫോറക്സ് സെക്ഷൻസുകൾ, ഇതിൽ പല പല കറൻസികളാണ് കൂടുതൽ മൂവ് ചെയ്യുക. അപ്പൊ അതിനെയാണ് ഫോറക്സ് സെക്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഓക്കെ, ഫൈൻ അല്ലേ? അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ
ഇപ്പൊ നമ്മൾ കുറച്ച് തിയറി കാര്യങ്ങളാണ് പഠിച്ചത്, കൂടുതൽ ഡൗട്ട് വരുന്ന കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല അല്ലെ. കുറച്ച് തിയറി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ അതിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ഇത്ര ടൈം ആയില്ലേ, അപ്പൊ നമുക്ക് നാളെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്ത ക്ലാസ് നമുക്ക് എന്താണ്, ചൊവ്വ വ്യാഴം ശനിയാഴ്ച ആയിരിക്കും മിക്കതും. ഗ്രൂപ്പിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്.